പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. സജിത്ത് പൊത്തോട് വ്ളോഗ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ഗ്രാമത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഏറ്റവും കൂടുതലും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രാമങ്ങളുടെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇന്നും നമ്മളങ്ങനെ ഒരു ഉൾഗ്രാമത്തിലേക്കാണ് കേട്ടോ എൻ്റെ യാത്ര എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രാമമെന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിതുര ഗ്രാമപഞ്ചായത്തിലെ പേപ്പാറ വാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മൾ പോകുന്ന ഈ ഒരു ഗ്രാമം എന്ന് പറയുന്നത്. ഗ്രാമത്തിൻ്റെ പേര് പൊടിയക്കാല എന്നാണ് കേട്ടോ. ഈ ഒരു ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഡാം നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് കുടിയൊഴിപ്പിക്കപ്പെട്ട ഒരു ഗ്രാമമാണ് ഈ പൊടിയക്കാല എന്ന് പറയുന്നത്. നിലവിൽ പേപ്പാറ ഡാമിൻ്റെ റിസർവോയറൊക്കെ കയറി കിടക്കുന്ന ഭാഗങ്ങളിലായിരുന്നു പണ്ട് പൊടിയക്കാല ഊര് നിവാസികൾ താമസിച്ചിരുന്നത്. ഡാമിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് ആൾക്കാരെ കുടിയൊഴിപ്പിക്കുകയും അതിനുശേഷം പൊടിയക്കാല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇവർക്ക് വീടൊക്കെ വച്ചു കൊടുത്തതിന് ശേഷം ഗവൺമെൻറ്റിനോട് താമസിപ്പിച്ചത് കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഈ ഒരു ഗ്രാമത്തിനെ കുറിച്ച് പറയാനുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അരിക്കൊമ്പനെ പോലെ പണ്ട് ഒരു ആനയുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മുടെ നാട്ടിൽ ഇന്നത്തെ പോലെ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ യൂട്യൂബോ പോലുള്ള ആശയവിനിമയ സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു. അന്ന് ദൂരദർശനായിരുന്നു, പിന്നെ അതുപോലെ പത്രങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അന്ന് ഉണ്ടായിരുന്നത്. അന്ന് ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ദൂരദർശൻ ചാനലിലും അതുപോലെ തന്നെ അന്നത്തെ വാർത്താ പത്രങ്ങളായിട്ടുള്ള മനോരമയിലും മാതൃഭൂമിയിലൊക്കെ ഒരുപാട് വാർത്താ ഇടം പിടിച്ചുകൊണ്ടിരുന്ന ഒരു ആനയാണ് കൊലകൊല്ലി എന്ന് പറയുന്നത്. നമ്മൾ പോകുന്ന വഴിയിലാണ് കേട്ടോ ഈ ഒരു കൊലകൊല്ലി എന്ന് പറയുന്ന ആനയെ പിടിച്ചിട്ട സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് കാണിച്ചു തരണം. പിന്നെ മറ്റൊരു കാര്യം കൂടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരുപാട് വിധവകളുള്ള ഒരു ഗ്രാമം കൂടിയാണ് കേട്ടോ പൊടിയക്കാല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കെന്തായാലും അങ്ങോട്ട് പോയിട്ട് മാക്സിമം അവിടുത്തെ ജനങ്ങളുമായിട്ട് സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ സംസാരിച്ചിട്ട് അവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അപ്പോൾ എല്ലാവർക്കും സജിത്ത് പൊത്തോട് വ്ളോഗ്സ് എന്ന നമ്മുടെ ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഒരു വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വിതുരയിലേക്ക് എത്താൻ പറ്റും. ഈ ഒരു വഴി ഏകദേശം ഒരു 300 മീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പേപ്പാറ ഡാമിലെത്താം. പേപ്പാറ ഡാമിലേക്ക് പോകുന്ന വഴിയിൽ നിന്നും ഇടത്തേക്കുള്ള ഈ ഒരു വഴി ഏകദേശം ഒരു 3 കിലോമീറ്ററോളം സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊടിയക്കാല എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് എത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് മുമ്പ് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ഇപ്പം ഒരുപാട് പേര് ഇതിനകത്തോട്ട് അങ്ങനെ അതിക്രമിച്ചൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തടയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു ചെക്ക് പോസ്റ്റും ഒരു സെക്യൂരിറ്റിയും ഇവിടെ ഉള്ളത് ഏറ്റവും നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പം വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും പേപ്പാറ ഡാമിൽ വരുന്നെന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മളങ്ങനെ ഇനിയിപ്പോൾ ഈ ഒരു വഴിയിലൂടെയാണ് കേട്ടോ നമ്മൾ പൊടിയക്കാലയിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് കയറി വന്നിട്ടുണ്ട് മുന്നിലേക്ക്. അപ്പോൾ ഇവിടെ കുറച്ച് ദൂരം മാത്രമാണ് കേട്ടോ റോഡ് കോൺക്രീറ്റ് ഉള്ളത്. പിന്നെ രണ്ട് സൈഡിലും അൽക്കേഷ്യ കൂപ്പാണ്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ പൊടിയക്കാല എൻ്റെ കൊച്ചിൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് കേട്ടോ ഞാൻ പഠിക്കാനൊക്കെ പോയത്. അപ്പോൾ അന്ന് ഈ മരങ്ങളൊക്കെ ചെറുതായിരുന്നു. അന്ന് തൈ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പം 8 വർഷത്തോളമായി കേട്ടോ. 8 വർഷം കൊണ്ട് ഭയങ്കര വലിപ്പമായി കേട്ടോ ഈ മരങ്ങളെല്ലാം. അപ്പോൾ നമ്മളങ്ങനെ പൊടിയക്കാലയിലേക്കുള്ള യാത്ര അങ്ങനെ തുടങ്ങുകയാണ്. പൊടിയക്കാല എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കുള്ള വഴിയിലൂടെ ഇങ്ങനെ യാത്ര തുടങ്ങിയിട്ടുണ്ടേ. അപ്പോൾ ആ മുകളിൽ അത്രയും ദൂരം മാത്രമാണ് ഇവിടെ കോൺക്രീറ്റ് ഉള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം തൊട്ട് താഴേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ റോഡൊക്കെ അത്യാവശ്യം മോശമായിട്ടാണ് കിടക്കുന്നത്. എന്നാലും വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അത്യാവശ്യം കട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ റോഡിൽ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് മണികണ്ഠൻ എന്ന് പറഞ്ഞൊരു പയ്യനാണ്. നമ്മുടെ കല്ലുപാറ എപ്പിസോഡ് കണ്ടവർക്കറിയാം. അതിനകത്ത് രഞ്ജിത്ത് അതുപോലെ കൂട്ടത്തുണ്ടായിരുന്ന മണികണ്ഠൻ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. അപ്പോൾ ആ പയ്യനും ഞാനും കൂടെയാണ് കേട്ടോ ഇങ്ങോട്ട് പോകുന്നത്. ഏകദേശം 5 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ മരങ്ങളൊന്നും ഇത്ര വലിപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഈ മരങ്ങളൊക്കെ വളർന്നു കയറി നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അന്ന് ഞാൻ കോളേജിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് വൈകുന്നേരം ഈ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ഇവിടെ എല്ലാം ഈ കാട്ടുപോത്തിനെയൊക്കെ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ വൈകുന്നേര സമയത്തൊക്കെ. ഇപ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇതിനെ കാട്ടിൻ്റെ അകത്ത് കയറി നിന്നിരിക്കും. അപ്പോൾ നമുക്കതിനെയൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. അത്യാവശ്യം ഗട്ടറുണ്ട്. പക്ഷേ നമുക്ക് ഈ ഗട്ടറൊന്നും ഒരു ഗട്ടറല്ല. നമ്മളവിടുത്തെ റോഡൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അല്ലേ മണിയുണ്ട്. ഇത് ഗട്ടറാണോ? പക്ഷെ എൻ്റെ പൊന്ന്, ഇത് ഗട്ടറല്ല, ഇത് സ്വർഗമാണ്. ഇവിടെ നിന്ന് തൊട്ട് താഴെ ഇറങ്ങുമ്പോൾ നമുക്ക് ഡാമിൻ്റെ റിസർവോയർ കാണാൻ പറ്റുമേ. അപ്പോൾ നമുക്കിനി തൊട്ട് താഴെ ഇറങ്ങിയിട്ട് ഡാമിൻ്റെ റിസർവോയറൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് പൊടിയക്കാലയിലേക്ക് പോകുന്ന വഴികളും അങ്ങോട്ടുള്ള കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാൻ കേട്ടോ. ഈ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. പണ്ട് ഞാനിവിടെ നിന്ന സമയത്ത് ഈ കൂപ്പൊന്നും മുറിച്ചിട്ടില്ലായിരുന്നു. ഞാൻ നേരത്തെ മേളിൽ കാണിച്ചു തന്നിട്ടുള്ള അൽക്കേശിയുടെ കൂപ്പുകളുണ്ടല്ലോ. അപ്പോൾ അൽക്കേശിയായിരുന്നു ഈ സൈഡിലെല്ലാം മരങ്ങൾ. അപ്പോൾ ഇതെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് ഇപ്പോൾ കൂപ്പ് മുറിച്ച് കളഞ്ഞപ്പോൾ ഇത് അങ്ങോട്ടുള്ള മലയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു
സൈഡിലൊരു കുഞ്ഞ് പാലമൊക്കെ ഉണ്ട്, ഇവിടെയും ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ് തൊട്ട് താഴെയുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നേരെ ഇതിലെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ താന്നിക്കര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, താന്നിക്കര പാലം എന്ന് പറയുന്നത്. നമുക്ക് അവിടെ പോയിട്ട് ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. പിന്നെ അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ, അതായത് പുടിയക്കാലയിലേക്ക് പോകുന്ന വഴികളും അവിടുത്തെ കാഴ്ചകളും എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഊരിൽ പോലെ അല്ല, ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബസ് സർവീസ് ഉണ്ട് കേട്ടോ. പുടിയക്കാലയിൽ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, അതായത് 3 സമയം ഇവിടെ ബസ് സർവീസ് ഉണ്ട്. ഈ ഒരു സമയത്താണ് ഇവിടെ ഉള്ളൊരു ഊരിൽ നിന്ന്, വിതിരയാണ് തൊട്ടടുത്ത ടൗണെന്ന് പറയുന്നത്, അപ്പോൾ വിതിരയിലേക്ക് പോകുന്നതും അവിടെ നിന്ന് ആഹാര സാധനങ്ങൾ മേടിക്കുന്നതും. പിന്നെ അതുപോലെ സ്കൂൾ കുട്ടികളൊക്കെ രാവിലെ 7:30 ബസ്സിൽ പോകും, അല്ലെങ്കിൽ 7 മണിക്കുള്ള ബസ്സിൽ പോകും. പിന്നെ അല്ലാതെ ഗോത്രസാരഥി വണ്ടിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പകുതി മാത്രമാണ് എത്തിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ നടക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് മുന്നിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് പേപ്പാറ ഡാമിൻ്റെ റിസർവോയർ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ആ സ്ഥലത്ത് എത്തിയതിന് ശേഷം അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതൊക്കെ കാണുന്ന മലനിരകളൊക്കെ കണ്ടോ, ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഞാനും എൻ്റെ കൂട്ടത്തിൽ നിന്ന പയ്യനും ആ പയ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. അവനിപ്പം എന്നെ കൊണ്ടുപോകാനായിട്ട് വരും. ഞാൻ ഫ്രണ്ടിൽ ബൈക്ക് ഓടിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പം ഞാൻ ബൈക്കിൽ നിന്ന് ഇറങ്ങി നടന്നു പോവുകയാണ്. മുമ്പ് ഇവിടെ കൂപ്പുണ്ടായിരുന്നപ്പോൾ ഇവിടെ കാണാനൊന്നും വലിയ രസമൊന്നുമില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ ഇതെല്ലാം മുറിച്ച് കളഞ്ഞുകൊണ്ട് ഇവിടെയൊക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ, നമ്മൾ പോകുന്ന റോഡുകളൊക്കെ കാണാനായിട്ട്. ഇപ്പോൾ ഇവിടെ ഒരു പുതിയൊരു പാലം, കേരള KWA എന്നാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്, വാട്ടർ അതോറിറ്റി ചെയ്യുന്നതായിരിക്കാം. നമുക്ക് പോയിട്ട് നോക്കി നോക്കാം. ഇവിടെ നിലവിൽ ഇവിടെ കൂടെയാണ് ഒരു പാലം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ മഞ്ഞ അടിച്ചിരിക്കുന്നത് ഉണ്ട്, ഈ ഭാഗത്ത് 2 മഞ്ഞ അടിച്ചിട്ടുണ്ട്. ഈ ഭാഗത്താണ് കേട്ടോ നിലവിൽ പാലം ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ കേരള വാട്ടർ അതോറിറ്റി എന്നാണെന്ന് തോന്നുന്നു തന്നെ, അത് തന്നെ KWA എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. വാട്ടർ അതോറിറ്റിക്കാരാണെന്ന് തോന്നുന്നു. പുതിയൊരു പാലം നിർമ്മിക്കുന്നുണ്ട് കണ്ടോ, പുതിയൊരു പാലം നിർമ്മിക്കുകയാണ്. ഇത് പുടിയക്കാല പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, പുടിയക്കാല ഊരുനിവാസികൾക്ക് പോകാൻ വേണ്ടിയിട്ട് പുതിയൊരു പാലം അങ്ങനെ നിർമ്മിക്കുകയാണ് കേട്ടോ. അടിപൊളി. വെള്ളം കയറുമ്പോൾ അക്കരെ കണ്ടോ, ആ ഒരു ഭാഗം മുതൽ ഇങ്ങ് വരെയൊക്കെ വെള്ളം കയറി കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡാമിൻ്റെ മറ്റേ ഉയരം കൂട്ടുന്നതായിരിക്കും, വെള്ളത്തിൻ്റെ സംഭരണശേഷി കൂട്ടുന്നതായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം ഇത് കുറച്ചും കൂടെ ഉയരം കൂട്ടിയിട്ട്. അപ്പോൾ വെള്ളം കയറുമ്പോൾ ഈ പാലം അടിയില്ല, അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ ഒരു പാലം ഉണ്ടല്ലോ, പുതിയതായിട്ടൊരു പാലം നിർമ്മിക്കുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമുള്ള സമയത്ത് കയറി വരാനൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ കുറേ വെള്ളം വലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇക്കര എന്ന് പറയുന്ന സ്ഥലത്ത് നിർമ്മിക്കുന്ന പുതിയൊരു പാലമാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇവിടെ നിന്ന് കയറിയതിന് ശേഷം പുടിയക്കാലയിലേക്ക് തന്നെയാണ് നമ്മുടെ യാത്രയെന്ന് പറയുന്നത്. ഇനി ഇവിടെ നിന്ന് തൊട്ടപ്പുറത്തൊരു സ്ഥലമുണ്ട്, ഈ തിരിയൊക്കെ കത്തിക്കുന്നൊരു സ്ഥലം. നമുക്ക് അവിടെ പോകണം. അവിടെ പോയതിന് ശേഷം അവിടെയൊക്കെ നിന്നൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ദൂരം ഇങ്ങനെ ഗട്ടറായിട്ട് കിടക്കുകയായിരുന്നു കേട്ടോ. പിന്നെയും ഇവിടെ നിന്ന് കോൺക്രീറ്റ് ഉണ്ട്. അപ്പോൾ മണിയുണ്ടോ, വയ്ക്കോ. നമ്മളങ്ങനെ ഈ ഒരു കോൺക്രീറ്റ് കയറി ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഇത് പുടിയക്കാലയ്ക്ക് കുറച്ച് പിറകിൽ വരെ ഈ ഒരു കോൺക്രീറ്റ് ഉണ്ട് കേട്ടോ. വഴിയെല്ലാം അത്യാവശ്യം കോൺക്രീറ്റ് ഉണ്ടേ. അപ്പം പുടിയക്കാലം എത്തുന്നതുവരെ കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാനിവിടെ നിന്ന സമയത്താണ് ഈ ഒരു കോൺക്രീറ്റ് ഒക്കെ ചെയ്തത്. ഏകദേശം ഒരു 6-7 വർഷത്തോളം ആയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും കോൺക്രീറ്റിനൊന്നും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. ബസ് ഓടുന്ന ഒരു റൂട്ടായതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് ഉള്ളത് തന്നെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി കുറച്ച് മുന്നിൽ നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു തിരിയൊക്കെ കത്തിക്കുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അവിടെ പോയതിന് ശേഷം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ ആൾക്കാർ തിരിയൊക്കെ കത്തിക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. അതായത് നമ്മൾ ആദിവാസി വിഭാഗക്കാരാണ്. അപ്പോൾ വനദേവതാ സങ്കല്പത്തിൽ വനത്തിലെ ഒരു പാറയിനൊക്കെ ഇങ്ങനെ വച്ചിട്ട് മുനിയറകളെന്നൊക്കെ പറയില്ലേ, അതേപോലെ വച്ചതിന് ശേഷം ഇവിടെ പൂജകളൊക്കെ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഏകദേശം 1 കിലോമീറ്ററോളം മുന്നിൽ വരുമ്പോഴാണ് ഈ ഒരു പാറ കാണുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ കാണാം. അതുപോലെ നമുക്ക് അവിടെ പോയതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ വനത്തിനുള്ളിലൂടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വനദേവതമാരെയൊക്കെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷമായിരിക്കും ഞാൻ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വനദേവതമാർക്ക് പൂജയൊക്കെ ചെയ്യുന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. കൃത്യമായിട്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ പേരറിയത്തില്ല. നമ്മൾ എന്തായാലും ആരുടെത്തേലും കേട്ടിട്ട് എന്തായാലും നമ്മൾ എഴുതി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഈ ഒരു പാറയിലെ കാഴ്ചകളൊക്കെ കാണാൻ പോവാം. ഈ ഒരു പാറയിലാണ് കേട്ടോ തിരിയെത്തിക്കലും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓരോ വർഷവും ഇവിടെ ഇവർ ആണ്ടുപൂജ ഉണ്ടല്ലോ, ഈ മീനക്കൊടുതി, അങ്ങനെ കൊടുതികളൊക്കെ ചെയ്യാറുണ്ട് ഓരോ വർഷവും. അപ്പോൾ ഈ ഒരു പാറയിലൊക്കെ പൊങ്കാലയൊക്കെ ഇട്ട് പൊങ്കാല നിവേദ്യമൊക്കെ ഇവിടുത്തെ ദേവതയ്ക്ക് അർപ്പിച്ചതിന് ശേഷമാണ് ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ പൊങ്കാലയും വലിയ പരിപാടികളൊക്കെ നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പാറയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ വിളക്ക് കത്തിക്കുന്നതാണ്, അതുപോലെ തന്നെ ഇവിടെ എല്ലാം വിളക്ക് കത്തിക്കുന്നതാണ് കേട്ടോ. വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് പലരും യാത്ര ചെയ്യുന്നത്. പിന്നെ ഇവിടെ പട്ടൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ദേവതേനെയാണ് സങ്കല്പിക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല.
ഈ പാറ എനിക്ക് തോന്നുന്നു ഒരുപാട് ദൂരം ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഈ ഒരു പാറ അതാ അവിടെ ഉണ്ടോ, അതാ മുന്നിൽ ആ ഒരു ഭാഗത്ത് ഈ നാഗരാണ് അല്ലടാ, പാമ്പിൻ്റെ അല്ലേ, ഒരു നാഗരനെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്ത്. അപ്പം നാഗപൂജയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ എല്ലാ ദൈവങ്ങളെയും ഇങ്ങനെ ആരാധിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ എന്ന് പറയുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ദേവത അങ്ങനെയൊന്നുമില്ല. എല്ലാ ദേവസങ്കല്പം എല്ലാം വെച്ചുകൊണ്ടിട്ടാണ് ഇവിടുത്തെ പ്രാർത്ഥനയൊക്കെ എന്ന് പറയുന്നത്. അല്ല, ഗോത്രപൂജ എന്നൊക്കെ പറയുന്നത് ശരിക്കും അങ്ങനെയാണ്. പ്രത്യേകിച്ച് വനങ്ങളെയും പുഴകളെയും പുഷ്പങ്ങളെയും അതുപോലെ മരത്തിനെയും ഒക്കെയാണ് ഇതിലെ പ്രധാനമായിട്ടുള്ള ആരാധന എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രതിഷ്ഠാ രൂപമായിട്ട് സങ്കല്പം കാണും, അല്ലെങ്കിൽ കാലാട്ട് തമ്പുരാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എന്തായാലും ആരെടുത്താലും ചോദിച്ചിട്ട്, ഞാൻ പറഞ്ഞില്ലേ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തായാലും നമ്മൾ വീഡിയോയിൽ തന്നെ എഴുതി വെച്ചേക്കാം. ഒരു കുളമുണ്ടേ. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ആൾക്കാർ കുടിക്കാനൊക്കെ എടുക്കും കേട്ടോ ഇവിടെ വെള്ളം. അപ്പം പണ്ടൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു, ഇപ്പോൾ പിന്നെ അധികം വെള്ളമൊന്നും കിട്ടത്തില്ല കേട്ടോ. ഇപ്പം ചെറുതായിട്ട് വെള്ളം മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി മുന്നിലോട്ട് കിടക്കുന്ന വഴിയിലൂടെ നമ്മുടെ ഗ്രാമത്തിലേക്ക് എത്തണം. അങ്ങനെ പിന്നെയും നമ്മളങ്ങനെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഈ ഒരു വനത്തിനകത്തൂടെ പോകുമ്പം നല്ല തണുപ്പുകളൊക്കെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം വനത്തിനുള്ളിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം. എങ്ങനെയുണ്ട് മണിയണ്ട, കാട്ടിനുള്ളിലൂടെ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യണം. എൻജോയ് അത് തന്നെ. അത് ശരിക്കും ബൈക്കിലല്ല, നമ്മൾ കാൽനടയായിട്ട് തന്നെ യാത്ര ചെയ്യണം. പിന്നെ നമ്മുടെ സാഹചര്യങ്ങൾ മൂലമാണ് നമ്മൾ ബൈക്കൊക്കെ എടുത്തിട്ട് യാത്ര ചെയ്യേണ്ടി വരുന്നത്. അതും നമ്മൾ വാടകയ്ക്കൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ബൈക്കൊക്കെ എടുത്ത് യാത്ര ചെയ്യുന്നത്, നിങ്ങളുടെ മുമ്പിലേക്ക് ഓരോ എപ്പിസോഡുകൾ എത്തിക്കുന്നത്. നമ്മുടെ ഊരിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഉള്ളിലാണെങ്കിലും റോഡുകളുടെ കാര്യത്തിൽ നമ്മൾ പൊടിയക്കാലിനെ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, നല്ല അടിപൊളി റോഡുകളാണ്. നേരത്തെ നിങ്ങളടുത്തൊരു കാര്യം പറഞ്ഞിരുന്നു, അതായത് പണ്ട് ഒരുപാട് ഭീതി ഉണ്ടാക്കിയ ഒരു ആനയായിരുന്നു കൊലകുല്ലി എന്ന് പറയുന്നത്. അങ്ങനെ ഈ കൊലകുല്ലി എന്ന് പറയുന്ന ആനയെ പിടിച്ചിട്ട സ്ഥലം എന്ന് പറയുന്നത് ഇതാ ഇവിടെയാണ് കേട്ടോ. നമ്മളെന്തായാലും ഈ ഒരു സ്ഥലം കാണിച്ചത് ഇപ്പം ഒരുപാട് വർഷങ്ങളൊക്കെ ആയി. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കാടുമൂടി കിടക്കുകയാണ് കേട്ടോ. എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഉണ്ട്, ഈ ഒരു ഭാഗത്ത് ഉണ്ട്, ഇവിടെ ഒരു മണ്ണ് കൂമ്പാരമൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ആണെന്നാണ് തോന്നുന്നത്. ഇവിടെ തന്നെ ഈ ഒരു ഭാഗത്ത് തന്നെ കൊലകുല്ലീനെ പിടിച്ചിട്ടത് കേട്ടോ. കൊലകുല്ലി ആനേനെ പിടിച്ചിടുകയും പിന്നെ അങ്ങനെ മരണപ്പെടുകയും ചെയ്തതിന് ശേഷം അതിന് പിന്നെ അതിൻ്റെ സംസ്കാര സെറ്റപ്പുകളും എല്ലാം നടത്തിയത് ഇവിടെ തന്നെയാണ് കേട്ടോ, ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ അന്നറിയാം ഒരുപാട് ഭീതിപ്പെടുത്തിയൊരു ആനയായിരുന്നു കൊലകുല്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നതാ ഇതെല്ലാം വർഷങ്ങളായി. അപ്പോൾ ഇതെല്ലാം കാട് കയറി മൂടി വലിയ വലിയ മരങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം പൊടിയക്കാലം എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വഴികളൊക്കെ അത്യാവശ്യം നല്ല വഴികളാണ്. ഇവിടെ കുറച്ച് ഭാഗം ബേക്കിൽ കോൺക്രീറ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ നല്ല കോൺക്രീറ്റ് ഉണ്ട്, നല്ല റോഡ് തന്നെയാണ് കേട്ടോ. നമ്മൾ പോകുകയാണെങ്കിലും രണ്ട് സൈഡും ശ്രദ്ധിച്ചാണ് കേട്ടോ നമ്മൾ പോകുന്നത്. കാരണം എന്തെങ്കിലുമൊക്കെ നിന്ന് കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ യാത്ര മാത്രമല്ല ഇതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ നിന്നൊരു വഴിയാണെന്നാണ് കേട്ടോ. ഇതും പൊടിയക്കാലയിൽ ഈ ഭാഗത്തും കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട്. പൊടിയക്കാല ജംഗ്ഷൻ എന്ന് പറയുന്നത് കുറച്ച് അപ്പുറത്താണ്. നമുക്ക് ആദ്യം എന്തായാലും അവിടെ പോകാം. അപ്പോൾ ഇത് പൊടിയക്കാല എത്തുന്നതിന് മുമ്പുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ തൊട്ട് മുകളിലൊക്കെ വീടുകൾ കാണുന്നുണ്ട്. ഇവിടെ തൊട്ടടുത്താണ് കേട്ടോ ഇനി ഇവിടുത്തെ വീടുകളൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് തൊട്ട് താഴെ പേപ്പാറ ഡാമിൻ്റെ റിസർവോയർ കാണുന്നുണ്ട്. ഇവിടെ അടിപൊളിയാണ്. ഇവിടെ എന്തായാലും നമ്മൾ പോയിട്ട് വന്നതിന് ശേഷം ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ കണ്ടോ വെള്ളത്തിൻ്റെ ശബ്ദമൊക്കെ അടിപൊളിയാണ്. ഇവിടെ ഇങ്ങനെ പണ്ട് ഞാൻ ഇവിടെ നിന്ന സമയത്ത് ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വേയൊക്കെ ഇങ്ങനെ അതായത് ഈറ ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഇപ്പോൾ അതെല്ലാം ഇങ്ങനെ പട്ടുപെട്ട് പോയി കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയതിന് ശേഷം പൊടിയക്കാല ജംഗ്ഷനിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. സമയത്തെ യാത്രകൾക്ക് ശേഷം നമ്മളങ്ങനെ പൊടിയക്കാല എന്ന് പറയുന്ന സ്ഥലത്ത് പൊടിയക്കാല ജംഗ്ഷനിലാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ഡെവലപ്മെൻറ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും അതൊക്കെ കാണിച്ചു തരാം. ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ ഒരു ചരിഞ്ഞൊരു സ്ഥലമായിരുന്നേ പൊടിയക്കാലയിലെ. ഇത് അവിടെ ഇപ്പോൾ ഒരു ഗ്രൗണ്ടിന് വേണ്ടി എന്തോ ഇടിച്ചങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പണി നടക്കുകയാണ്. പിന്നെ ഇത് കണ്ട ഇവിടുത്തെ മൊബൈൽ ടവറാണ് കേട്ടോ. BSNL 4G എല്ലാ ട്രൈബൽ മേഖലയിലും വച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഫോറസ്റ്റിൻ്റെ സ്കൂളാണ് കേട്ടോ അതിനകത്ത്. അതിനുശേഷം നമ്മളിതാ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് പ്രധാനമായ പൊടിയക്കാല ജംഗ്ഷൻ എന്ന് പറയുന്നത്. അതാ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് കേട്ടോ. അതാ ഇവിടെ കാല എക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയുടെ ഓഫീസാണ്, അതായത് വനം വകുപ്പിൻ്റെ ഒരു ഓഫീസാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അതായത് കണ്ടോ. അപ്പോൾ ഇവിടെയൊക്കെയാണ് ആൾക്കാർ വന്ന് അങ്ങനെ ബസ്സിന് വേണ്ടി വെയിറ്റൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ബസ് വന്നതിന് ശേഷം ഇവിടെ വന്ന് ബസ്സൊക്കെ തിരിഞ്ഞു പോകുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതാണ് പൊടിയക്കാല ജംഗ്ഷൻ എന്ന് പറയുന്നത്. DPയുടെ ഒരു സംരംഭമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ചെറുകിട കർഷകർ ചെറുകിട സംരംഭം, അതായത് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ ഇത്. അതിനുശേഷം ഇവിടെയുള്ള മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഇതാണ്ട് ഇവിടുത്തെ സാമൂഹ്യ പഠനം വഴി അതുപോലെ കമ്മ്യൂണിറ്റി ഹാള് ഒക്കെ ഇതാണ് കേട്ടോ. ഇതാണ്
പുടിയക്കാലയിലെ ഒരു കമ്മ്യൂണിറ്റി ഹാളെന്ന് പറയുന്നത്. അവിടെ ഒരു പഠനമുറിയുണ്ട്, ഇത് കമ്മ്യൂണിറ്റി ഹാള്. അങ്ങനെ 2 സെറ്റപ്പുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇതിനകത്തേക്ക് പോകാം. കാലയിലെ ഒരു സാമൂഹ്യ പഠനമുറി എന്ന് പറയുന്നത് അതാണ്. ഇത് ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഹാളാണ് കേട്ടോ. അതായത് എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ നടക്കുന്നെങ്കിൽ ഇവിടെ വെച്ചാണ് അതൊക്കെ നടത്തുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് ഇതിനകത്ത് ഇത്രയും സെറ്റപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതാണ് സാമൂഹ്യ പഠനമുറി ആയിരിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം കുട്ടികൾക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അതിനകത്താണ്. പിന്നെ അല്ലാതെ എന്തെങ്കിലും ഊരുകൂട്ടങ്ങളും അങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ നടത്തുന്നത് ഈ കാണുന്ന ഈ ഒരു കെട്ടിടത്തിനകത്ത് നിന്നിട്ടാണ്. കാട്ടിനകത്ത് മനോഹരമായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ഹാൾ ഇവിടെയൊക്കെ അടിപൊളിയായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും ഇവിടുത്തെ ആൾക്കാർ ക്ലീൻ ചെയ്യും മിക്ക ദിവസങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയുണ്ട്. കാടൊന്നുമില്ല. ഇവിടെ മതിൽക്കെട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വനം വകുപ്പ് അളന്നു കൊടുത്ത സ്ഥലത്തിനകത്താണ് ഈ ഒരു കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുന്നത്. എല്ലാ മതിൽക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം നമുക്ക് അപ്പുറത്തോട്ട് ഏതെങ്കിലുമൊക്കെ വീട്ടിൻ്റെ അങ്ങോട്ട് പോയതിന് ശേഷം അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരാം. അപ്പം എൻ്റെ കൂടെ വന്ന മണികണ്ഠ ഇവിടെ നിൽക്കുന്നുണ്ട്. മണികണ്ഠ നിന്നെ കാണട്ടെ എല്ലാവരും. ഇതാണ് മണികണ്ഠ കണ്ട ഒരു കമ്മ്യൂണിറ്റി ഹാള്. ഈ കിടക്കുന്ന വഴി ഇതിലെയാണ് നമ്മൾ വന്നത്. പിന്നെ അതിനകത്ത് ഫോറസ്റ്റിൻ്റെ ഒരു സ്കൂളുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്ത്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഇതിലേ കൂടെ മുന്നിലേക്കൊരു വഴിയുണ്ട്. മുന്നിലേക്ക് കുറേ ദൂരമൊക്കെ പോകുമ്പോൾ ഒരുപാട് ആൾക്കാരും അവരുടെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി അങ്ങോട്ട് പോയിട്ട് അവരുമായിട്ട് നമുക്ക് സംസാരിക്കാം. കൊച്ചിജനൊക്കെ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ ഇനി പോകുന്നത്, പൊടിയക്കാലയിലെ. അപ്പോൾ എന്തായാലും ഇനി ഇവിടെ പോയിട്ട് ഇവിടുത്തെ കുറച്ച് വീടുകളൊക്കെ കാണിച്ചു തരാം. നമ്മൾ വണ്ടി അങ്ങനെ ഇവിടെ വച്ചിട്ടുണ്ട്. പണ്ട് കൊച്ചിജനൊക്കെ കിടന്നത് തൊട്ട് മുന്നിലാണ് കേട്ടോ. അവിടെ മുമ്പിൽ ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് കിടന്നത്. ഇപ്പോൾ ഇവർ കിടക്കുന്നത് കുറച്ച് താഴെയാണ്. അപ്പോൾ നമുക്കെന്തായാലും അവിടെ പോകാം. അവിടെ പോയതിന് ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ സംസാരിക്കാം. ഈ ഒരു സ്ഥലത്തുനിന്ന് കുറച്ച് മുന്നിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു വീട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കോഴിക്കോടും ഡ്രസ്സ് ഉണക്കാനൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്നതാണ്, നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു വീടാണ്. അത് കഴിഞ്ഞ് മുന്നിലേക്ക് കയറി പോകുമ്പോഴാണ് കൊച്ചിയൻ്റെയൊക്കെ വീട്. ഇവിടെയാണ് നമ്മുടെ കൊച്ചിയനൊക്കെ താമസിക്കുന്നത്. ഇവിടെയാണ് കേട്ടോ. കൊണ്ട് മേഞ്ഞൊരു വീടാണ് കേട്ടോ പൊടിയക്കാലയിലെ. ഇത് നമ്മുടെ അപ്പൂപ്പൻ്റെയൊക്കെ വീടാണ്. ഇവരുടെ വീടാണ് തൊട്ട് ഇപ്പുറത്ത് കണ്ടതും ഇവരുടെ വീട് തന്നെയാണ്. ഇത് പൊടിയക്കാലയിലെ നമ്മുടെ അപ്പൂപ്പനാണ്. അപ്പൂപ്പ പേരെന്തോന്നാണ്? എൻ്റെ പേര് സുദർശനങ്ങാനി. സുദർശനങ്ങാനി. ഓക്കെ. എന്തായിരുന്നു ജോലി? എന്തരായിരുന്നു ജോലി? ഫോറസ്റ്റിൽ വാച്ചറോണി ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ഇപ്പം തൊഴിലുറപ്പിനൊക്കെ പോവുകയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ എത്ര കുടുംബങ്ങളാണ് പൊടിയക്കാലയുള്ളത്? ഇവിടെ എല്ലാം കൂടെ 80 വീടുണ്ട്. അപ്പോൾ ആൾക്കാർ ജനസംഖ്യ എത്ര വരും? ജനസംഖ്യ എല്ലാം കൂടെ 100, 150 ഓക്കെ, അത്ര ആൾക്കാരുണ്ട്. എൻ്റെ അടുത്ത് ഇവിടുത്തെ ആനശല്യമൊക്കെ ഉള്ളൊരു ഏരിയയും കൂടിയാണ് കേട്ടോ പൊടിയക്കാല. അപ്പോൾ നമുക്ക് ആനശല്യങ്ങളെ കുറിച്ച് കേൾക്കാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ആനശല്യമൊക്കെ എങ്ങനെയാണ്? ആനശല്യം ഉറക്കമില്ല. ദിവസവും ആന ഉള്ള കൃഷിയും പിന്നെ തെങ്ങും കമുവും എല്ലാം ആന നശിപ്പിക്കുകയാണ്. ആന കൊപ്പം എടുത്തതെന്ന് പറയുമ്പോഴേ ഇപ്പോഴും ആനാദി കൂടെയാണ് ചാട്ടം. കൊപ്പത്തിനകത്തൂടെ ചാടി ഇക്കരെ കയറി എല്ലാം നശിപ്പിക്കുകയാണ്. പിന്നെ വേറെന്തൊക്കെ മൃഗങ്ങളാണ് ഇവിടുത്തെ? ഏറ്റവും കൂടുതൽ ആനയും കാട്ടുപോത്തും മ്ലാവ്, പന്നി, ഇതാണ് കൂടുതൽ കൃഷി നശിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ മറ്റേ വൈദ്യുതി വേലി, ഫെൻസിങ് അങ്ങനത്തെ സെറ്റപ്പുകളൊന്നും ഒന്നുമില്ല ഇതിൽ. അപ്പം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് സെറ്റിൽമെൻറ്റിനകത്തോട്ട് ആന കയറുമല്ലേ? ആന കയറും. കൃഷി ചെയ്യാനൊന്നും ഒരു നിവൃത്തിയില്ല, ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഇതുപോലെ ഇവിടെ ഒരുപാട് പേരെ ഇങ്ങനെ ആനയൊക്കെ പിടിച്ച് കൊന്നിട്ടുണ്ടല്ലോ. അപ്പൂക്കാണി പറഞ്ഞ ഒരാളിനെ ഇവിടെ നിന്ന് രാവിലെ പണ്ട് ഈ 7 മണിക്കൊരു ബസ്സുണ്ടായിരുന്നു. ആ ബസ് ഈ പൊടിയക്കാല ഊരിൽ നിന്ന് നാട്ടിലേക്ക് പോണ വഴിക്ക് ഇടയ്ക്ക് വെച്ച് ആന പിടിച്ചു രാവിലെ. അങ്ങനെ ഒരു 3 ദിവസം കഴിഞ്ഞാണ് ഇയാളെ കണ്ടു കിട്ടിയത്. കാടിനകത്ത് ആന ഓട്ടിച്ച് കൊന്നുകളഞ്ഞു. അല്ലാതെ അങ്ങനെ ഒരു അനിയന് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഇതേപോലെ ആന വന്ന്, ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ലൈറ്റിനായിട്ട് ചെന്നപ്പോഴും ആനയാണ് നിന്നത്, അറിഞ്ഞില്ല. അങ്ങനെ ആന പിടിച്ച് വിശ്വാങ്കാണി എന്ന് പറയും. അങ്ങനെ ആന പിടിച്ച് കൊന്നു. പിന്നെ വേറെ വെളിയിലുള്ള ഒരാൾ പുറത്തിപ്പാറ എന്ന് പറഞ്ഞ ആനാട് പുറത്തിപ്പാറയുള്ള ഒരാൾ ഈറ വിട്ടാൻ ദിവസവും വരും. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് ഞങ്ങളെ വീട്ടിൽ നിന്ന് തേയില കുടിച്ചിട്ടാണ് പോണത്. അന്നായപ്പോഴും കണ്ടില്ല, വീട്ടിലും ചെന്നില്ല. വൈകുന്നേരം ആയപ്പോഴും അവർ തിരക്കി വന്നപ്പോഴും ഇടവഴിയിൽ ആന പിടിച്ചിട്ടായി. അത് ഏത് വഴിയിൽ? 5 പേരും 3 വഴി വരണ വഴിയിലാണ്. അങ്ങനെ ആളുകളൊക്കെ വന്ന് നോക്കി എടുത്ത് ജഡം കൊണ്ടുപോയി. ഇടയ്ക്ക് തന്നെ ഇയാൾ മലഞ്ചരക്കെടുക്കാനായിട്ട് കാട്ടിൽ ഭാര്യയും ഭർത്താവുമായിട്ട് പോയി. ഇവിടെയുള്ള രാജേന്ദ്രൻ എന്ന് പറയും. അപ്പോൾ അയാളെ കാട്ടിനകത്ത് വെച്ച് കരടി കയറി പിടിച്ച് ഇയാളെ കൈ കടിച്ചു തിന്ന് കളഞ്ഞു. മുഴുവനും പോയില്ല, പിന്നെ കടിച്ച്
നരമ്പൊക്കെ പൊട്ടി എല്ലൊക്കെ പൊട്ടി. അങ്ങനെ ഇപ്പം ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഇവിടെയാണോ അതോ ഇവിടെ ഉണ്ട്, പഴയകാലം ഉണ്ട്. ഓ, ആശുപത്രി പോയിട്ട് ഇപ്പം വീട്ടിലുണ്ട്. അല്ലാതെ അതുപോലെ തന്നെ ഒരാളെ വീട്ടിനകത്ത് നിന്നും പിന്നെ ഒന്നിനും രണ്ടിനും ഈ വെളിക്കിറങ്ങാനൊക്കെ പോയപ്പോഴേ കാട്ടുപോത്ത് പ്ലാവിൻ്റെ മുട്ടിക്കായിരുന്നു. അത് ഇവിടെ സെറ്റിൽമെൻറ്റിനകത്ത് തന്നെ തങ്കപ്പക്കണി എന്ന് പറയും. അടുത്ത് തന്നെ അത് അങ്ങേരെ കാട്ടുപോത്ത് കുത്തി വയറ്റിൽ കുത്തി പിന്നെ കുടലൊക്കെ വെളിയിൽ വന്നു. പിന്നെ കുടലൊക്കെ എടുത്ത് അകത്തിട്ടിട്ട് മെഡിക്കൽ കോളേജ് ഉണ്ട്. ഇപ്പോഴും ഒരുവിധം ആയി വരണം. നല്ല സുഖമില്ല. ഇപ്പോൾ ഉണ്ട് ഇവിടെ. ഇപ്പോഴും ഉണ്ട്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഒരുപാട് പേർക്ക് പരിക്കേൽക്കുകയും അതുപോലെ തന്നെ ഒരുപാട് പേര് മരണപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ സുദർശനൻ അപ്പൂപ്പനാണ് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോയിട്ട് അടുത്ത് ആരുടെയെങ്കിലും വീട്ടിൽ പോയിട്ട് ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. പോണേ. ടാറ്റ ടാറ്റ ചിരിക്കുന്നു. ഹായ് ടാറ്റ കൈതാ ഷേഖാൻ്റെ അവിടെ പാലമില്ല. അപ്പം ഇവിടെ തടിയാണ് മുറിച്ചിട്ടിരിക്കുന്നത് ഇക്കരോട്ട് കടക്കാനായിട്ട്. കണ്ടോ, ഈ ഒരു തടിപ്പാലം കടന്ന് വേണം നമുക്ക് അക്കരെ കൊച്ചപ്പൻ്റെയൊക്കെ വീട്ടിൻ്റെ അങ്ങോട്ട് പോകണമെങ്കിൽ ഈ ഒരു തടിപ്പാലം കടന്നേ പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇതിവിടുത്തെ ഒരു അമ്മൂമ്മയുടെ വീടാണ് ഈ കാണുന്നത്. പ്രധാന കൃഷികളിലൊന്നാണ് ഈ കാണുന്ന കൊക്കു എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ റബ്ബറുണ്ട്, പിന്നെ കുരുമുളക് കൃഷി, പിന്നെ പ്ലാവുണ്ട്. അങ്ങനെ അത്യാവശ്യം കൃഷികളൊക്കെ ഇവിടെ ഉണ്ട്. ആ സമയത്ത് ഈ റോഡുണ്ട്. ഇവിടെ കുറച്ച് മുകളിലാണ് കൊച്ചിയൻ്റെയൊക്കെ വീട്. അപ്പോൾ അവിടെ പോയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഈ വഴി നടന്നു വന്ന് തൊട്ട് മുകളിൽ ബസ് വരുന്ന അവിടെ പോകുന്നത്. ഇവിടെ ഒരു പുതിയൊരു വീട് അവർ വച്ചിരിക്കുന്നതാണ്. ഇത് കണ്ട, ഇത് വഴിയിൽ ആന പിണ്ടമിട്ട് വെച്ചിരിക്കുന്നതാണ്. തൊട്ട് ഫ്രണ്ടിൽ ഇവിടെ ഒരു വീടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കൊച്ചിച്ചൻ്റെയൊക്കെ വീടാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര ആനശല്യം ആയതുകൊണ്ടാണ് ഇവരിപ്പോൾ ഇവിടെ നിന്ന് മാറിയിട്ട് തൊട്ട് താഴെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഭാഗത്ത് ഒരുപാട് വീടുകളുണ്ട് ഈ ആനശല്യം കാരണം ഉപേക്ഷിച്ച് പോയത്. ആൾക്കാർ ഉപേക്ഷിച്ച് വേറെ സ്ഥലത്തോട്ട് പോയതും പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് മാറി കുറച്ചും കൂടെ ആൾ ഉള്ള സ്ഥലങ്ങളിലേക്ക് വീട് വെച്ചത്. അങ്ങനെ ഒരുപാട് വീടുകളുണ്ട് ഇവിടെ. ഒരു വീടുണ്ടല്ലേ, ഇവിടെയായിരുന്നു ഞാൻ ഡിഗ്രിക്ക് പഠിച്ച സമയത്ത് ഞാൻ ഇവിടെയാണ് നിന്നത്, കൊച്ചിയൻ്റെയൊക്കെ വീട്ടിൽ. ഇവിടെ നിന്നതിന് ശേഷമാണ് പഠിക്കാനൊക്കെ പോയത്. ഇപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ആൾക്കാർക്ക് പോലും താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കാരണം ഭയങ്കര ആനശല്യമാണ്. ഇവിടെയൊക്കെ അതാണ്ട് ഇവിടെ ഇതെല്ലാം ആന ഒന്ന് പിടിച്ചിട്ടിരിക്കുന്നതാണ്. ഈ ഭാഗത്തൊക്കെ അന്ന് കുറേ വാഴയൊക്കെ ഉണ്ടായിരുന്നു. തൊട്ടക്കരയൊക്കെ കാണിച്ചു തരും. ആ ഭാഗങ്ങളിലെല്ലാം ഇങ്ങനെ കാട്ടാനിറങ്ങി ഓരോ കൃഷികൾ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞില്ലേ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു വീട്ടിലാണ് നിന്നത്, കൊച്ചിയൻ്റെയൊക്കെ വീട്ടിൽ. ഇതിപ്പം കാട്ടാന കാരണം ഇവിടെ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. നമുക്ക് എന്തായാലും കൊച്ചിയൻ്റെ അടുത്ത് തന്നെ കേട്ട് നോക്കാം. എൻ്റെ പേര് ഗിരീഷ്. ഞാൻ 10-15 വർഷമായി ഇവിടെ താമസമാണ്. ഇപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീട്. ഇപ്പോൾ വീട് പണിയൊന്നും തീർന്നില്ല. ഇവിടെ ഒരു ഇതിൻ്റെ ഷെഡിലാണ് നമ്മൾ താമസിച്ചത്. ഇവിടെ വാഴയും മരച്ചിനി റബ്ബറെല്ലാം ഉണ്ടായിരുന്നു. ആ കൃഷിയൊക്കെ നശിപ്പിച്ച് തൊട്ട് ഇതിൻ്റെ മേളിലോട്ട് ഒരു 5 വീട്ടിലാൾ ഉണ്ടായിരുന്നതാണ്. ആനശല്യം കാരണം എല്ലാവരും ഉപേക്ഷിച്ച് പുറത്തോട്ടൊക്കെ പോയി. സ്ഥലമുള്ളവർ അങ്ങനെ പോയി. അല്ലാത്ത ഉള്ള ആൾക്കാർ വേറെ ഇവിടെ തന്നെ ആന ഇറങ്ങാത്ത സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ പോയി. നമ്മളും അതേപോലെ ഇപ്പം എൻ്റെ തൊട്ട് താഴെ കുറച്ച് സ്ഥലം വാങ്ങിച്ചാണ് അവിടെ ഇപ്പം നമ്മൾ ഒരു ഇറയിലെ വീട് വെച്ചിട്ടാണ് ഇപ്പം താമസം അവിടെ. മിക്ക വീടുകളിലും ബാത്റൂമും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ രാത്രി പിള്ളേരെയും കൊണ്ടൊന്നും വെളിയിലിറങ്ങാനും ബുദ്ധിമുട്ട് കാരണം വെളിയിലൊന്നും ഇറങ്ങാൻ ഒക്കില്ല. അങ്ങനെയൊക്കെയാണ് കൂടുതലും ആനശല്യം എന്ന് പറഞ്ഞതുകൊണ്ട് ആ കാണുന്ന ഈറക്കാട് മൊത്തവും ഈറയും റബ്ബറെല്ലാം നമ്മൾ നശിപ്പിച്ച്. ഈ കാണുന്നില്ലേ ഫ്രണ്ടിൽ ആന ഇപ്പം ഇവിടെ ഈ ആന സ്ട്രഞ്ചുണ്ട്. പക്ഷെ ആന കൊപ്പത്തിൻ്റെ എല്ലാം പുറത്ത് ഇന്ന് അകത്തോട്ട് ആന കയറുകയാണ്. മിക്ക എല്ലാ സ്ഥലങ്ങളിലൂടെ ആനശല്യം അല്ല, പുറത്തുനിന്ന് അകത്തോട്ട് കയറി വരുന്നത് പറയും. എല്ലാ സ്ഥലങ്ങളും പോയി കറങ്ങി നടന്നാലേ അറിയാതെ. എന്നിട്ട് ഇപ്പം ഇതിൻ്റെ സൈഡിൽ മാത്രമേ കുറച്ച് ഈറയുള്ളൂ. അത് തിന്നാൻ വേണ്ടി ഈ സൈഡിലും ആന ഇപ്പോൾ ഭയങ്കര ശല്യം. അപ്പോൾ ഇത് വേറെ ഈ ഫെൻസിങ് അങ്ങനത്തെ എന്തെങ്കിലും സംവിധാനം ഒന്നുമില്ല? ഫെൻസിങ് ഒന്നും ഇല്ലായിരുന്നു നേരത്തെ. വെറുതെ ഇതിൻ്റെ ഇടയ്ക്ക് കമ്പി വലിച്ചിട്ടിരുന്ന ഫോറസ്റ്റുകാർ. അപ്പം അതെല്ലാം ദ്രവിച്ച് പോയി. ഒരു ഉപയോഗവും ഇല്ല. ആനക്കൊപ്പം ഉണ്ട്, പക്ഷെ ആനക്കൊപ്പം എടുത്തിട്ട് കാര്യമില്ല. ആനക്കൊപ്പം ചാടി കടന്നാണ് ഇക്കരെ കയറുന്നത്. വീതിക്ക് എടുത്തു കഴിഞ്ഞാൽ വീതിക്കെന്ന് പറഞ്ഞാൽ ഇവിടെ 2 മീറ്റർ എന്നുള്ളത് ഇവിടെയൊക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ച് ദൂരമൊക്കെ വന്നപ്പോഴത്തേക്ക് കുറേയൊക്കെ എടുത്തിട്ട് അടുത്ത് വന്നപ്പോഴത്തേക്ക് 1.80 അങ്ങനെയൊക്കെ ഉള്ളൂ ഇതിൻ്റെ വീതി. ആഴവും ഇല്ല. പിന്നെ കല്ലുള്ളിടത്തൊന്നും എടുത്തിട്ടില്ല. കല്ല് അതിൻ്റെ അടുത്ത് കൊണ്ട് നിർത്തി അവിടെ കൂടെയൊക്കെ ആന ചാടിക്കര കയറും.
പിന്നെ ഓടകളും ചാലുകളൊക്കെ ഉള്ളിടത്ത് തോടുള്ളിടത്ത് അതൊന്നും എല്ലായിടത്തും കൂടെയാണ് ആന ഇറങ്ങി വിളക്കകത്ത് കയറുന്നത്. മിക്ക വീട്ടുകാർ അങ്ങനെ ആന ശല്യം കാരണമാണ് ഇവിടെ നിന്ന് താമസം മാറിപ്പോയത്. എൻ്റെ അടുത്ത് സംസാരിച്ച സ്ഥലമുണ്ടല്ലോ, അവിടെയും ആന ഇറങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ എന്താണ് പറയേണ്ടത്, അവരെ വിളക്കകത്താണ് ആന ഇറങ്ങുന്നത്. നമ്മുടെയൊക്കെ വീടിൻ്റെയൊക്കെ അവിടെയാണെങ്കിൽ വിളയുടെ അതിർത്തി ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതൽ ആന വരാറുള്ളത്. പക്ഷേ ഇവിടെ ആനയ്ക്ക് ഇതെല്ലാം കാട് പോലെയാണ് ശരിക്കും. അങ്ങ് വന്ന് കയറി ഇവിടുത്തെ ഓരോ കൃഷിയിടങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കും. ചിച്ചിൻ്റെ വിളയിൽ നിന്ന് റംബൂട്ടാൻ പറിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. മണ്ടയിലോട്ട് കയറാൻ പോവുകയാണ്. ഇന്ന് റംബൂട്ടാൻ പാചകത്തിന് ആന തള്ളി പൊട്ടിച്ചതാണ് കണ്ട തൊലി. നമ്മുടെ മാവാണ്, സാധാ മാവിൻ്റെ തൊലിയൊക്കെ പിടിച്ചെടുത്തിട്ട് ഇത് തള്ളിയിട്ടിരിക്കുകയാണ് ആന. പിന്നെ ഇതല്ലാതെ ഇവിടെ തൊട്ടടുത്ത് ഇവരെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള ഒരു തെങ്ങുണ്ടല്ലോ, തെങ്ങിനെ ആന പിടിച്ച് തള്ളിയിട്ടിരിക്കുക. ഞാനിവിടെ കൊച്ചിൻ്റെയൊക്കെ വീട്ടിൽ നിന്ന സമയത്ത് ഇവിടെ നിന്നൊരു തെങ്ങാണ് കേട്ടോ. ഇപ്പം നോക്കിയപ്പോൾ അതൊന്നുമില്ല, അതെല്ലാം ആന തള്ളിയതാണ്. ഇത് കണ്ട ആന തള്ളി ഇതിൻ്റെ കൂമ്പൊക്കെ തിന്നാൻ വേണ്ടിയിട്ടാണ് ഇത് തള്ളിയിട്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു തെങ്ങ്. ഒന്നുമില്ല ഈ ഭാഗത്തുണ്ടായിരുന്ന കൃഷിയെന്ന് പറയാനായിട്ട് ഒന്നുമില്ല. എല്ലാം കാട്ടാന വന്ന് തള്ളുകയും അതുപോലെ വലിച്ചൊടിച്ചൊക്കെ തിന്ന് ഒന്നുമില്ല. അങ്ങനെ കൊച്ചിയനൊക്കെ ഇവിടെ നിന്നും വീട് മാറിപ്പോയി. ലൈൻ വരുന്നത് ഇതുവഴിയാണ്. അപ്പോൾ ഇതിലേ ഇപ്പം വണ്ടിയൊന്നും പോവാറില്ല കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ട ഇവിടെ ഒരു അത്യാവശ്യം പണിയൊക്കെ തീർന്ന് കിടന്നിരുന്നൊരു വീടാണ്. അപ്പോൾ ഇതും ഇങ്ങനെ ആൾക്കാർ ഉപേക്ഷിച്ച് പോയി. ഇവിടെ താമസിച്ചിരുന്നത് മനോഹരൻ എന്ന് പറഞ്ഞൊരു മാമനൊക്കെ ആയിരുന്നു. അവരൊക്കെ ഇവിടെ നിന്ന് താമസം മാറിപ്പോയി. നമുക്കെന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. അത്യാവശ്യം പണി തീർന്ന വീടുകളായിരുന്നു. ഇതാ സ്വിച്ച് ബോർഡ് വരെ വെച്ചിട്ടുണ്ട്. എല്ലാ വീട്ടിലും ലൈൻ വരെ ഉണ്ടായിരുന്നതാണ്. ഇത് കണ്ടോ സ്വിച്ച് ബോർഡുണ്ട്. അപ്പോൾ ഇതിനകത്തൊന്നും ഒറ്റ മനുഷ്യനില്ല. ഇവരെ നമുക്ക് നേരിട്ട് അറിയാമെന്നുള്ളതായിരുന്നു. അപ്പം നിരന്തരം ഇങ്ങനെ ആനകൾ വരുന്നത് വഴി അവരെല്ലാം പോയി. വെക്കാൻ വേണ്ടിയിട്ട് പൈസ മുടക്കിയിട്ട് കട്ടിൽ തന്നെ മേടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ റൂമൊക്കെ നന്നായിട്ട് തേച്ചിട്ടുണ്ട്. എന്നിരുന്നാലും എല്ലാം പോയി കേട്ടോ. ഇവിടെ ജീവിക്കാനായിട്ടുള്ളൊരു നിവൃത്തിയില്ല. അപ്പം അങ്ങനെ എന്നോ ആനപ്പേടിയിലൊക്കെ കഴിയേണ്ട ഒരവസ്ഥ. അപ്പം അങ്ങനെ എല്ലാവരും ഇവിടെ നിന്ന് പോയി. ഇതാ ഫാനിൻ്റെ അവശിഷ്ടങ്ങൾ, ഇതാ കസേരകൾ, ഇവിടെ നോക്കി ഇവിടെയും കസേരകളൊക്കെ കിടപ്പുണ്ട്. പിന്നെ അന്ന് ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറച്ച് പലവകൾ, അങ്ങനെ അതെല്ലാം ഇപ്പുറത്തെ റൂമിൽ കിടപ്പുണ്ട്. ടോയ്ലറ്റ് വരെ സെറ്റ് ചെയ്ത് ഇത്ര തേച്ച് റെഡിയാക്കിയൊരു വീടാണ്. അപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. എന്തോ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാം എന്തോ ഒരു പേടി സ്വപ്നം പോലെയാണ് കേട്ടോ ഇവിടുത്തെ ജീവിതങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇതാണ്ട് ഇവിടെ അവരുടെ വീട്ടിൻ്റെ അടുക്കളയിൽ അവർ വെച്ചിരുന്ന പാത്രങ്ങൾ വരെ ഇതാ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും പറയാനില്ല. പാത്രങ്ങൾ, അടുപ്പുകൾ കണ്ടോ, അടുപ്പുകൾ, സെൽഫ്. ഇതാണ്ട ഇവിടെ ഉപ്പാണ് കേട്ടോ, കട്ടിയായിരിക്കുന്ന ഉപ്പ്. പാത്രങ്ങളൊക്കെ കണ്ടോ, നല്ല കിടിലം പാത്രങ്ങൾ കേട്ടോ. പോയപ്പോൾ എല്ലാവരും അങ്ങ് ഉപേക്ഷിച്ച് പോകാൻ തുടങ്ങി കേട്ടോ. ഞാൻ ഇതിൻ്റെ പുറം കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു വീടിൻ്റെ പുറത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. എൻ്റെ പിറകു വശമാണേ ഇവിടുത്തെ കാട് നോക്കിക്കേ, ഭയങ്കര കാട് പിടിച്ച് കിടക്കുകയാണ്. എനിക്കൊന്നത് ഒരു 6-7 വർഷമായി കേട്ടോ ഇവിടെ നിന്നൊക്കെ ഇവർ ഉപേക്ഷിച്ച് പോയതിന് ശേഷം. ഞാനിവിടെ നിൽക്കുന്നത് 2018 ആ ഒരു സമയത്താണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ എന്തോ ഭയങ്കര വിഷമം തോന്നുന്നു. നമ്മളൊക്കെ ഇങ്ങനെ വീടൊക്കെ മാറി മറ്റൊരു സ്ഥലത്തൊക്കെ പോയി താമസിക്കുമ്പോൾ നമ്മൾ അത്രത്തോളം ആഗ്രഹിച്ച വീട്ടിൽ തന്നെ താമസിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ കടന്നു പോകുന്ന കുറേ മനുഷ്യരുണ്ട്. ശരിക്കും അവരുടെയൊക്കെ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. നമ്മൾ ആഗ്രഹിച്ചൊരു വീട് കെട്ടുന്നു, പക്ഷെ അവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. എന്താ പറയേണ്ടത്, എന്തോ അതിനകത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരു വിഷമം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആഗ്രഹിച്ച് കെട്ടിയൊരു വീടാണ്. മുമ്പ് ഒന്നും പറയാനില്ല. വീടിൻ്റെ അകമാണ് ഇത്. എന്താ പുറത്താണ്. പുറത്ത് നമ്മളെയൊക്കെ വീടിൻ്റെ സിറ്റ് ഔട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ മനോഹരമാക്കിയിട്ട് ഇട്ടിരിക്കും. പക്ഷേ ഇത് കണ്ടോ, ഇതെല്ലാം കാട് പിടിച്ച് ആൾക്കാരൊക്കെ ഉപേക്ഷിച്ച് പോയി. ഇവിടെ എല്ലാം കാട് പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. ഈ വീട് എത്രത്തോളം എന്താണ് നിഗൂഢമായിട്ട് ഇങ്ങനെ ഇരുണ്ട് ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഈ ഒരു വീടുകളെല്ലാം ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ തന്നെ. ഇനി ഇത് മാത്രമല്ല, ഇപ്പം നമ്മൾ ഒരു 2 വീടുകളാണ് കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ. എൻ്റെ കൊച്ചിൻ്റെ വീടും പിന്നെ അല്ലാതെ ഇപ്പോൾ മനോഹരൻ എന്ന് പറഞ്ഞൊരു മാമൻ്റെ വീടാണ് ഇത്. ഇതാണ് കൊച്ചിൻ്റെയൊക്കെ വീട്. ഇവിടെയും ആൾ താമസമില്ല. നേരത്തെ പറഞ്ഞല്ലോ അവരിവിടെ നിന്ന് മാറി തൊട്ട് താഴെയാണ് താമസിക്കുന്നത്. ഞാനിവിടെ പഠിക്കാൻ നിന്ന സമയത്ത് ഇവിടെ തന്നെയായിരുന്നു താമസിച്ചത്. ഞാൻ ഇവിടെ നിന്ന് കുറച്ച് മുകളിലൊക്കെ പോകുമായിരുന്നു. അങ്ങൊക്കെ പോയിട്ട് മീനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുമായിരുന്നു. ഇതെല്ലാം ആന കുത്തുന്നതാണ്. ഉപേക്ഷിച്ച ആൾക്കാർ പോയിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ തൊട്ട് പിറകിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാനിവിടെ പഠിക്കാൻ നിന്ന സമയത്തുണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ റബ്ബർ കിടക്കുകയായിരുന്നു. അങ്ങനെ ഇതിങ്ങനെ ആനയുണ്ടല്ലോ, കാട്ടാന വന്ന് തള്ളി മിക്ക റബ്ബറും ഇങ്ങനെ ഒടിച്ച് കളഞ്ഞു. പിന്നെ ഇവർ റബ്ബർ മുറിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിരുന്നത്. അപ്പോൾ റബ്ബർ മുറിച്ച് കൊടുത്തതിന് ശേഷവും ഇതിന് മുമ്പും ഇവിടെ തന്നെയായിരുന്നു ഇവിടുത്തെ പയ്യന്മാരൊക്കെ കളിക്കുന്ന ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു തൊട്ട് മുകളിൽ നമ്മുടെ ആ ഒരു പൊടിയക്കാല ജംഗ്ഷനിൽ
പുതിയ ഗ്രൗണ്ടൊക്കെ വെട്ടുന്നതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് കളിസ്ഥലമാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മഴ സമയത്തൊക്കെ ആണെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് വന്ന് ക്രിക്കറ്റ് കളിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. എന്താ പറയണ്ട, ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ പയ്യന്മാർക്ക് അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റിയൊരു ഗ്രൗണ്ടും കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ. ശരിക്കും ഈ ഒരു ആനപ്പേടി അല്ലെങ്കിൽ ഒരു കാട്ടാനയുടെ ഒരു ആക്രമണം ഒന്ന് കുറഞ്ഞിരുന്നെങ്കിൽ ശരിക്കും പൊടിയക്കാലുള്ളവരൊക്കെ ഒരുപാട് മെച്ചപ്പെട്ടനെ, അതുപോലെ അവരുടെ ജീവിത നിലവാരമൊക്കെ കുറേ കൂടി മെച്ചപ്പെട്ടനെ എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. 2018 ആ ഒരു വർഷമാണ് കേട്ടോ ഞാൻ പൊടിയക്കാലം നിന്നിട്ടാണ് എൻ്റെ ഡിഗ്രി കോളേജ് കാലഘട്ടം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഞാൻ രാത്രിയൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് ഇതാ തൊട്ട് മുകളിൽ വരെ ആന വരും. ഇപ്പോഴും നിലവിൽ അത് തന്നെയാണ് അവസ്ഥ. എൻ്റെ കൊച്ചിച്ചനും അതുപോലെ തന്നെ അവിടുത്തെ ഒരു അപ്പൂപ്പനും, നമ്മുടെ ഒരു അപ്പൂപ്പനാണ്, കൊച്ചിച്ചൻ്റെ ഭാര്യയുടെ അച്ഛനാണ്. അപ്പം അവരൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതലും ഇത്രയും സമയം നമ്മൾ വീഡിയോസ് എടുത്ത് വന്നപ്പോഴേ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ലാസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ ആ ഒരു വീടാണ് കേട്ടോ. വേറൊന്നുമല്ല, ഒരുപാട് മനുഷ്യർ അവർ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹത്തിൽ വീടുകളൊക്കെ വച്ചു. പിന്നെ ഈ ഒരു കാട്ടാന കാരണം അവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പോൾ നമ്മളൊക്കെ അല്ലെങ്കിൽ ഞാനൊക്കെ ശരിക്കും എൻ്റെ നാടിനെക്കുറിച്ച് പറയുന്നത് ശരിക്കും ഒന്നുമല്ല എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. കാരണം നമ്മളവിടെ ഇത്തരത്തിലുള്ളൊരു ആനശല്യം അങ്ങനെയൊന്നുമില്ല. ഇവിടെ വരുമ്പോഴാണ് ശരിക്കും അവിടെ ഇങ്ങനെ ചട്ടിയും പാത്രവും അതുപോലെ അവരുടെ തുണിയും അതുപോലെ കട്ടിലും അതൊക്കെ കയറി കണ്ടപ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് എനിക്ക് വിഷമമായി കേട്ടോ. വേറൊന്നുമില്ല, ഒരുപാട് അവർക്ക് അവിടെ ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു വീട്ടിനകത്ത്. പക്ഷേ അത് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ മൂലം അവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അവർ കുടിയൊഴിഞ്ഞ് അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവർ എത്രമാത്രം ഈ ഒരു കാട്ടാന മൂലം അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ മൂലം അവർ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തും ഒരുപാട് വീടുകൾ ഇങ്ങനെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വീടുകൾ ഉപേക്ഷിച്ച് പോയ ആ ഒരു വീടുകളൊക്കെ നമുക്ക് എന്തായാലും പോയി കാണാം. അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു തോടുണ്ട്, അടിപൊളി ഒരു തോടാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് വീടുകളും അവരുടെ കൃഷിയിടങ്ങളൊക്കെ കാണാം. പണ്ട് പൊടിയക്കാലമുള്ളവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു വഴിയാണ്. അതായത് ഇവർ ടൗണിൽ, അതായത് തൊട്ടടുത്ത ടൗണായ ബിദിരയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവർ ആശ്രയിച്ചുകൊണ്ടിരുന്നൊരു ടൗണാണ് കേട്ടോ ഈ പറയുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ കൃഷിയിടങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ. ഉണ്ട് ഇവിടെ കാപ്പിയുണ്ടോ, മൊത്തം കാപ്പിയൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ട്. ഇതൊന്നും ഇപ്പം ആരും അങ്ങനെ എടുക്കാറില്ല കേട്ടോ. ഇത് പഴുത്താൽ തന്നെ കാപ്പി പഴുക്കുമ്പോൾ ആരും അങ്ങനെ എടുക്കാറില്ല. അന്നത്തെ ആൾക്കാരുടെ കൃഷിവിളകളും ഈ കാട്ടിനകത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. ഒരു കാട്ടാന ചെയ്തു വെച്ചിരിക്കുന്നതാണ് കണ്ടോ. ഇത് കണ്ടോ, ചെളി കണ്ടോ, ഇതാ മണ്ണാണ് മൊത്തം. കാട്ടാന മറ്റേ ചൊറിയുമ്പം കുറുക്കുരയ്ക്കുന്നതാണ് കണ്ടോ ഇതിൽ. ഈ ഒരു മരം കണ്ടോ, അപ്പോൾ കണ്ടോ അങ്ങ് വരെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഉയരം ഉണ്ടാകുമെന്ന് ഇവിടെയുള്ള ഓരോ കാട്ടാനകൾക്കും. നശിച്ചു പോയ ഒരു വീടാണ് കേട്ടോ. എൻ്റെ അപ്പൂ എന്താണെന്ന് അറിയത്തില്ല. ഈ ഒരു ഭാഗം കണ്ടോ, ഇതിനകത്തോട്ട് കയറാനൊന്നും പറ്റത്തില്ല. ഇവിടെ ജന്നലിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണിച്ചു തരാൻ കണ്ടോ, ജന്നൽ കണ്ടോ, ഇത് ജന്നലൊക്കെയാണ് ഈ കാണുന്നത്. കയറണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ അതാ എന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നൊരു പയ്യനുണ്ടല്ലോ, മണികണ്ഠൻ, അവൻ പറഞ്ഞ് എന്നാൽ ഇതിനകത്തോട്ട് കയറാമെന്ന്. പിന്നെ ഒന്നും നോക്കില്ല, എന്നാൽ പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് കയറാൻ കേട്ടോ. ഇത് ഇവരുടെ ഇറയമാണ്, അതായത് പിരിയാടി എന്നൊക്കെ പറയും നമ്മൾ. അതായത് അടുക്കളയുടെ ഭാഗത്തുള്ള കഥവായിരിക്കാം അല്ലേ. എവിടെയാണ് എന്താ ഇതിനകത്ത് മൊത്തം ആരുമില്ല ഇതിനകത്തൊന്നും. വർഷങ്ങളായില്ലേ, ഇത്രത്തോളം വർഷങ്ങളായി. ഇനി അഥവാ ആരെങ്കിലും തൂങ്ങി മരിച്ചതൊന്നും ഒരു പിടുത്തമില്ല. എന്താണ് സെറ്റപ്പ് ഒന്ന്. 3 മുറി കേട്ടോ മൊത്തത്തിൽ. ഏതോ കുഞ്ഞിൻ്റെ ഷൂ ആണ് കേട്ടോ. അന്ന് അവർ വീടൊക്കെ മാറിപ്പോയ സമയത്തായിരിക്കാം. അന്നത്തെ അവരെ പോയി മക്കളൊക്കെ കുഞ്ഞുങ്ങളായിരുന്ന സമയമാണ്. അപ്പോൾ അതാ അന്ന് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഷൂ ആണ്. അവരിങ്ങനെ ചുവരിൽ സൂക്ഷിച്ച് വെച്ചാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷങ്ങൾക്ക് അധികമായി കേട്ടോ ഈ ഒരു ഇവിടെ നിന്നൊക്കെ ആൾ മാറിപ്പോയിട്ട്. ഞാനിവിടെ നിന്ന് പഠിച്ചത് തന്നെ ഏകദേശം 8 വർഷം കഴിയുകയാണ്. അതെന്താടാ, അടുക്കളയാടാ തന്നെ കേട്ടോ. മൊത്തം ഇങ്ങനെ കാടൊക്കെ ആയി കിടക്കുകയാണ്. ഇത് മൊത്തം കാട് കേട്ടോ, ഒന്നും പറയാനില്ല. എന്തോ ഇങ്ങനത്തെ വീടുകളൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സങ്കടമാവും. അടുക്കളയുടെ ഭാഗമാണ്, അവിടുത്തെ ജനലൊക്കെ കണ്ടോ. അമ്പോ എന്തൊക്കെ ആയി ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ മൊത്തം. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായി എന്തെന്നറിയാമോ, ആ കുഞ്ഞിൻ്റെ ഷൂ ഉണ്ട് അവിടെ ഇരുന്നത്. ഞാൻ പോയാലൊന്നുകൂടെ കണ്ടിരിക്കുന്നു. ഈ ഒരു കുഞ്ഞിൻ്റെ ഷൂ ഉണ്ടോ, അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. ഡാം നിർമ്മാണം ഉണ്ടായ സമയത്ത് ആൾക്കാരെ കുടിയൊഴിപ്പിച്ചപ്പം ആ ഒരു സമയത്ത് വെച്ചിട്ടുള്ള വീടുകളാണ് ഇതെല്ലാം. പിന്നെ അതിനുശേഷം ഗ്രാമപഞ്ചായത്തുകൾ അംഗീകരിച്ചിട്ട് ഇത് 2012 ഫസ്റ്റ് നമ്പർ ഇട്ടിരിക്കുന്നത് 2008-ലാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു നമ്പർ കിടക്കുന്നത് 2012-ലാണ്. 2012 ആകുമ്പം ഇപ്പോൾ ഏകദേശം ഒരു 10-12 അല്ല, എത്ര വർഷമാവും ഇവിടെ? 2012, 2022, 10 വർഷം.
ഒരു 15 വർഷത്തിലധികമായി ചേട്ടാ. ഒരു ഡാം നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പൊടിയക്കാല എന്ന് പറയുന്ന സ്ഥലത്ത് ഇവരെ കുടിയൊഴിപ്പിച്ച് താമസിപ്പിച്ചതെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഡാം നിർമ്മാണം ഉണ്ടായ സമയത്ത്, അതായത് 1983 പേപ്പാറ ഡാം പണിയഴിപ്പിച്ചത്. അപ്പോൾ അതിന് മുമ്പോട്ടുള്ള വർഷങ്ങളിലാണ് ഇതിൻ്റെ എല്ലാം വർക്കുകൾ കഴിഞ്ഞത്. അന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയത്തില്ല, വാട്ടർ അതോറിറ്റി ആണോ കേരള ഗവൺമെൻറ് ആണോ ആരാണ് ഇവർക്ക് ഫണ്ട് കൊടുത്തുകൊണ്ട് ഇത്തരത്തിൽ വീടുകളൊക്കെ അന്ന് നിർമ്മിച്ചതെന്ന്. അന്ന് പൊടിയക്കാല എന്ന് പറയുന്ന സ്ഥലത്ത് വീടുകൾ നിർമ്മിച്ചതിന് ശേഷം ഇവർക്ക് കുറച്ച് റബ്ബറിൻ്റെ കൃഷികളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ഉപജീവന മാർഗ്ഗമായിട്ട് റബ്ബറാണ് കേട്ടോ ചെയ്തു കൊടുത്തത്. പിന്നെ അതിനുശേഷം അതെല്ലാം ഓരോരുത്തരുടെ റബ്ബറൊക്കെ വർഷങ്ങൾ കഴിയുന്തോറും അതെല്ലാം നശിച്ചു പോകും. പിന്നെ അതെല്ലാം മുറിച്ചു കൊടുക്കും. പിന്നെ പലർക്കും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായി. പിന്നെ അതുപോലെ തന്നെ കാട്ടാനയുടെ ആക്രമണങ്ങളും ആയപ്പോൾ പിന്നെ ഈ കാണുന്ന വീടുകൾ പോലുള്ള വീടുകളിൽ നിന്നും ഇവിടുത്തെ ഓരോ ജനങ്ങളും മറ്റ് കുറച്ചും കൂടെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്കാണ് പോയി താമസിക്കാൻ തുടങ്ങിയത് കേട്ടോ. പിന്നെ ഈ വീടുകളൊക്കെ കാണുമ്പോൾ തന്നെ വിഷമമാകുന്നുണ്ട്. ഫസ്റ്റത്തെ നമ്പർ കിടക്കുന്നത് 2008 നമ്പറാണ്, വീട്ടിൻ്റെ നമ്പർ 2008 നമ്പർ. പിന്നത്തെ നമ്പർ കിടക്കുന്നത് 2012 വിതുര ഗ്രാമപഞ്ചായത്ത് കൊടുത്തിട്ടുള്ള വീട്ടിൻ്റെ നമ്പറുകളാണ്. പക്ഷേ ഇന്ന് ഈ വീട്ടിൽ താമസിക്കുന്നവർ ഇവിടെ ഉണ്ടോ, വേറെ സ്ഥലങ്ങൾ മേടിച്ച് പോയോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയത്തില്ല. അതോ മരണപ്പെട്ടു പോയോ എന്നുള്ളതും നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഇനി ഇതിനും മുകളിൽ കുറച്ച് വീടുകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. അവർ മറ്റേ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നമ്മൾ ഈ ചെടി നടുമല്ലോ, നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് ചെടികൾ ഇവിടെ നട്ടിട്ടിട്ടുണ്ട്. അവർ ഇത് കണ്ടോ, അന്ന് നട്ടതാണ്. ഒരുപാട് വർഷമായെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ കൊണ്ട ഇപ്പം കാട്ടുപോത്തോ എന്തോ ഇങ്ങനെ മേഞ്ഞ് തിന്നുന്നതാണ്. കാട്ടുപോത്തോ പ്ലാവോ അങ്ങനെ എന്തോ സംഭവങ്ങൾ മേഞ്ഞ് തിന്നുന്നതാണ്. ഇതിൽ ചക്കകൾ മൊത്തം കാട്ടാന വലിച്ചിടുന്നതാണ്. അതുകൊണ്ട് അവിടെയൊക്കെ ഉണ്ട്, അതെല്ലാം കാട്ടാന കുത്തി കുത്തി ഇട്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ മൂടെല്ലാം കണ്ടോ തെളിഞ്ഞാണ് കിടക്കുന്നത്. ഇതിപ്പം ശരിക്കും കാട്ടാനയുടെ ആവാസ കേന്ദ്രമായി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഉള്ളു കേട്ടോ ഇവിടുത്തെ റോഡ്. അപ്പം കാട്ടാന കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ പാലം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇതിനകത്തൂടെ എനിക്ക് തോന്നുന്നു കാട്ടാന വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഊരിനകത്തേക്ക്, ഇതല്ലാതെ വേറെ വഴികളിലൂടെയൊക്കെ കാട്ടാന കയറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തൂടെ കുറച്ച് ഏകദേശം ഒരു 3 കിലോമീറ്ററോളം മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ അഞ്ചുമരുത് മൂട് എന്ന് പറഞ്ഞൊരു സ്ഥലമായേ. പണ്ട് ഇവിടെ കൂടെ ആയിരുന്നു ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഈ ഒരു വഴിയിൽ വെച്ചിട്ട് ഒരു അപ്പുക്കുട്ടൻ എന്ന് പറയുന്ന ഒരു അപ്പൂപ്പനെ ആന പിടിച്ച് അങ്ങനെ മരണപ്പെടുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ഈ വഴി ആരും അങ്ങനെ ഉപയോഗിക്കാതായി. പിന്നെ ആൾക്കാർക്ക് കൂടുതൽ ഭയവുമായി. അങ്ങനെ പിന്നെ ആരും ഇതിലേ അങ്ങനെ യാത്ര ചെയ്തില്ല. താമസമില്ലെങ്കിലും ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഇവിടത്തേക്കുള്ള ട്രാൻസ്ഫോമർ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഭാഗത്തുണ്ടല്ലോ, ഇതിലേ റോഡായിരുന്ന സമയത്തായിരുന്നു ഈ KSEB കറണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത്. പിന്നെ അത് ഇതുവരെ മാറ്റാനൊന്നും നിന്നില്ല. പിടിച്ചൊരു ഏരിയയാണ് കേട്ടോ. ഇതെല്ലാം ഇപ്പോൾ ആനത്താരയാണ് മൊത്തം. ഇപ്പോൾ എന്തായാലും ഇതിന് നെഗറ്റീവ് കമൻറ്റ് വരുമെന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാം. കാരണം കാട്ടാനയുള്ള കാട്ടിൽ എന്തിനു പോയി ഞങ്ങൾ താമസിച്ചു, അങ്ങനെയല്ല. ഇത് ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് ഓരോ മനുഷ്യരെത്തിപ്പെടുന്നതാണ് കേട്ടോ ഈ സ്ഥലങ്ങളിലെല്ലാം. ആളുകൾ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഒരു വീടുണ്ട്. അപ്പോൾ എന്തോ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മൊബൈൽ നമ്പറുണ്ട് ഇവിടെ. പിന്നെ രാധ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് ആ ഒരു സമയത്തുള്ളതാണ് കേട്ടോ ഇതൊക്കെ. ഇത് കാണുമ്പോൾ തന്നെ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ പറഞ്ഞല്ലേ. അതിനകത്തും പാത്രം കിടപ്പുണ്ട്, ഒരു പാത്രം കിടക്കുന്നുണ്ട്. പിന്നെ ഒരു മൺവെട്ടി കിടക്കുന്നുണ്ട്. പിന്നെ അവരന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മേശ. പിന്നെ ഒരു കറിച്ചട്ടി പാത്രം കിടപ്പുണ്ട്. പിന്നെ ഇങ്ങോട്ട് പോയി നോക്കാം. വാ മണിയുണ്ടാ, ഇതിനകത്തൊക്കെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇത് കണ്ടോ അന്നത്തെ പാത്രങ്ങൾ, അവരുടെ ചട്ടികൾ ഇവിടെ കണ്ടോ. ഇവിടെയും ചട്ടികൾ കിടപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരടുപ്പ്. പിന്നെ ഒരു എന്തോ സാധനങ്ങളൊക്കെ വെച്ചാണ്. സോപ്പ് കുട്ടി വരെ ഉണ്ട് കേട്ടോ, സോപ്പ് കുട്ടി, കുട്ടി കുട്ടി കലങ്ങൾ. പിന്നെ ഇവിടെ നോക്കടാ ഒരു കയറ് കേട്ടോ. അതെന്താണ് സംഭവം എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ താഴോട്ടടി ഇവിടെ കണ്ടോ. ഇവിടെ എല്ലാം അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓരോരോ സാധനങ്ങളുടെ പാർട്സ്. പിന്നെ ഇവിടെ നോക്കുന്നുണ്ട, ഇത് കണ്ടോ, ഇത് അമ്മിക്കല്ലാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ കയറിയ ഈ ഒരു വീട്ടിനകത്തുള്ളത്. ഇരുട്ടാണ്. നമുക്ക് ഈ ഭാഗത്തൊരു സ്വിച്ച് ബോർഡിൻ്റെ എന്തോ സെറ്റപ്പാണ്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒരു ജനലുണ്ട്. പിന്നെ പറയത്തൊക്കെ വേറെ ഒന്നുമില്ല കേട്ടോ ഇതിനകത്ത്. എന്ത് തോന്നുന്നു അതിനകത്തൊന്നുമില്ലടാ. നിനക്ക് എന്ത് തോന്നുന്നു ഇവിടെ നിൽക്കുമ്പോൾ? നിൻ്റെ പേര് എഴുതി വെച്ചിരുന്നുണ്ടോ? ഈ ഒരു സ്ഥലത്ത് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ എന്തോ ഒരു നെഗറ്റീവ് അല്ലേ, ഒരു നെഗറ്റീവാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും ഒറ്റയ്ക്കൊക്കെ ഇതിനകത്തോട്ട് കയറിപ്പോവാൻ നല്ല വെട്ടം ഉണ്ടെങ്കിൽ ശരിക്കും കയറിപ്പോവാം. അല്ലാതെ വെട്ടമില്ലാതെയൊക്കെ കയറിപ്പോവാൻ അല്പം ഇത് തന്നെയാണ് കേട്ടോ. ഇതിനകത്ത് എന്താണ് ഇരിക്കുന്നത് ഒന്നും നമുക്കറിയത്തില്ല. എന്തോ ഒരു നിഗൂഢതകൾ നിറഞ്ഞിരിക്കുന്നത് പോലെ. എന്തോ പ്രശ്നങ്ങളൊക്കെ കാരണം ഓരോ മനുഷ്യർ ഇവിടെ നിന്ന് വീടുകളൊക്കെ മാറിപ്പോയി.
എന്തോ ഈ ഒരു ഭാഗത്ത് അങ്ങനെ ആൾ താമസമൊന്നുമില്ല കേട്ടോ. എൻ്റെ കൊച്ചിൻ്റെയൊക്കെ വീട് ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ മുമ്പെയാണ് ഇപ്പോൾ അവരെല്ലാം താമസിക്കുന്നത്. ഈ ഭാഗത്തു നിന്നായിരുന്നു പണ്ട് വീടുകൾ തുടക്കം. അവർ ഡാം നിർമ്മിച്ച സമയത്ത് അവർക്ക് വീടുണ്ടാക്കി കൊടുത്തപ്പം തുടക്കം ഇവിടെ നിന്നായിരുന്നു വീടിൻ്റെയൊക്കെ. ഇവിടെ നിന്ന് ഓരോ നമ്പറുകൾ, ഇത് 2-ാം നമ്പറാണ്, അവിടെ 3-ാം നമ്പറാണ് കേട്ടോ ആ ഒരു വീട്ടിൽ കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പോൾ ഒരു 3-ാമത്തെ ഒരു വീടാണ് കേട്ടോ നമ്മൾ കാണിച്ചു തരുന്നത്. ഇത് കണ്ടോ, ഇത് എനിക്ക് തോന്നുന്നു ഇത് അപ്പുറത്ത് കുട്ടൻ എന്നൊക്കെ പറഞ്ഞ ആ ഒരു ചേട്ടൻ്റെയൊക്കെ വീടായിരുന്നെന്നാണ് തോന്നുന്നത്. പിന്നെ ഇവർ ഇവിടെ നിന്ന് ഈ കാട്ടാനയുടെ ആക്രമണം കൊണ്ട് ഇവിടെ നിന്നൊക്കെ ഇവർ സ്ഥലം മാറിപ്പോയി. പിന്നെ എനിക്ക് തോന്നുന്നു അവർ പുതിയ വീട് എന്തോ വെച്ചപ്പോൾ ജനലിൻ്റെയൊക്കെ ആവശ്യം വന്നപ്പോൾ ഇത് അവർ പൊളിച്ചെടുത്തുകൊണ്ട് പോയി കേട്ടോ. അതാണ്ട വേണ്ട, ഇവിടെ നിന്ന് ജനലെല്ലാം പൊളിച്ചെടുത്തുകൊണ്ട് പോയി. നമുക്ക് എന്തായാലും ഈ ഒരു വീടിനകത്തേക്ക് കയറി നോക്കാം. അവരെന്തോ കരി എന്തൊക്കെ വരച്ചിട്ട് ചെറിയൊരു ഇതിൻ്റെ പരിപാടിയൊക്കെ നോക്കി നോക്കാം. ഇതിനകത്തൊരു കുഴകളൊക്കെ വെട്ടിയിരിക്കുന്നു, എന്തിനാണെന്ന് അറിയത്തില്ല, എന്തോ വെട്ടി മൂടിയിട്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ആളൊക്കെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. വേറെ എന്തെങ്കിലും അവരുടെ വിള എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ളത്. അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ഒന്ന് വിളയിലൊക്കെ കയറിയൊക്കെ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്തതിന് ശേഷം ഇവിടെയൊക്കെ ഒന്ന് ഇരിക്കുമായിരിക്കും. അങ്ങനെ ഇവിടെ എന്തായാലും ഇതാരുടെ വിളയാണ്, ഇതെല്ലാം നല്ല വെട്ടി റെഡിയാക്കി ഇടുന്നുണ്ട്. അപ്പം മുകളിലുള്ളവർ ശരിക്കും അവരിപ്പോൾ വേറെ എവിടെയൊക്കെ പോയി താമസിക്കുന്നുണ്ടായിരിക്കും, അതായിരിക്കും അവിടെ അവരെയൊന്നും കാണാനില്ലാത്തത്. ഒരു വീടുണ്ട്, ഇവിടെ താമസിച്ച അമ്മൂമ്മ ഇപ്പം എനിക്ക് തോന്നുന്നു അക്കരെ ആ ഭാഗത്ത് എവിടെയാണ് താമസിക്കുന്നത് കേട്ടോ. നമുക്കെന്തായാലും പോയാലോ. അമ്മൂമ്മ നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന ആ ഒരു വീട്ടിലാണ് താമസിച്ചത്. എൻ്റെ പേര് ലളിതമ്മ, എൻ്റെ ഭർത്താവിൻ്റെ പേര് അപ്പുക്കുട്ടൻകാണി. എനിക്ക് 3 മക്കളുണ്ട്. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ ആന കൊന്നതാണ്, 14 വർഷമായി. 14 വർഷമായി. അതിനുശേഷം ഇപ്പോഴും മക്കളെല്ലാം ഒരു കുടുംബങ്ങളായി 3 സ്ഥലത്ത്. ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്. ഇപ്പോഴും ഭയങ്കര ആനശല്യമാണ്. എൻ്റെ തെങ്ങും കമുകളും വാഴയും ഇപ്പം മഞ്ഞ വരെ ആന നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തൊരു ഒറ്റയ്ക്കുള്ള ജീവിതമാണ്. അതെ അമ്മച്ചി. അപ്പം മക്കളുടെ അടുത്തൊക്കെ പോകാറില്ലേ? ഞാൻ എൻ്റെ മക്കളെ അടുത്തൊക്കെ ആഴ്ചയ്ക്കൊരിക്കൽ പോകും. മക്കളും വരും. വന്നാലും അവർക്ക് തോനാസം നിൽക്കാൻ പറ്റൂല. ഒരു ദിവസം 2 ദിവസമൊക്കെ നിൽക്കും, പോകും. ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ജോലിയുള്ളേ കൊണ്ട് അങ്ങനെ പോവുകയും വരികയും ഒക്കെ ചെയ്യണം. വേറെ കുഴപ്പമൊന്നുമില്ല. ആന ശല്യം, ഭയങ്കര ആന ശല്യം. ഞങ്ങൾക്ക് ഒരു വക വില ചെയ്ത് കിട്ടണില്ല. ഒരു വാഴക്കന്ന, ഒരു മരിച്ചിനിയ, ഇതായിപ്പം തെങ്ങുകൾ വരെ തീർന്നു. ഇനി 2-3 തെങ്ങുണ്ട്. ഇപ്പം കസ്തൂരി മഞ്ഞ വരെ ആന നശിപ്പിക്കണം. മുമ്പ് കസ്തൂരി മഞ്ഞൊന്നും അങ്ങനെ ആന എടുക്കൂല. ഇപ്പം കണ്ട വഴി നീള അതുകൊണ്ട് അവിടെ നിന്ന് തെങ്ങുകളിലെ എല്ലാം തെങ്ങും ഇപ്പം 10-15 മൂടി തെങ്ങ് മൊത്തം തെങ്ങുകളും തീർന്ന്. ഇനി 3 മൂടി തെങ്ങുണ്ട്. ഇപ്പോൾ കസ്തൂരി മഞ്ഞ അത്രയും പിഴുത് ചവിട്ടി അരച്ചാണ് അത്രയും കളയണത്. ഇത്രയും കാലം കസ്തൂരി മഞ്ഞ ഉണ്ടെങ്കിലും ജീവിക്കാം. ഇനി ഒറ്റപ്പെട്ട ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നാണ്. ഒരു കിടങ്ങെടുത്ത് തരാൻ പറഞ്ഞപ്പം ചാല് കോരി വെച്ചേക്കണം. ആ കിടങ്ങ് മുറിച്ചാണ് ആനകൾ അകത്ത് കയറണം. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഞങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കും? ആന ഇതാ വീട്ടിൻ്റെ നടകളിൽ വന്നാണ് പ്ലാവുകളും തെങ്ങും വാഴയും എല്ലാം നശിപ്പിക്കണം. വീട്ടിനകത്ത് പോലും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ നിവർത്തിയില്ല. പിന്നെ ഇപ്പം ആന വരുമ്പോൾ ഞങ്ങൾ പാട്ടയിലൊക്കെ അടിക്കുമ്പോൾ അയൽവക്കക്കാരൊക്കെ കൂടെ വന്ന് ആന ഓട്ടിക്കും. ആ ഒരാശ്രയം മാത്രമേ ഉള്ളൂ. അത് ഓട്ടിച്ച് അവരങ്ങ് വിട്ട് കഴിയുമ്പം ഒരു സന്ധ്യയ്ക്ക് വരുന്ന ആന അപ്പോൾ പോകും. പിന്നെ ഒരു 4-4:30 ആകുമ്പം വീണ്ടും വരും. വീട്ടിൻ്റെ മുറ്റത്ത് വരെ എർത്തുകളെല്ലാം ചവിട്ടി മറിച്ചൊക്കെയാണ് ആന കയറുന്നത്. താമസിച്ചത് ബോണക്കാട്ടിൻ്റെ അടിഭാഗത്ത് പ്ലാപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് പേപ്പാറ ഡാം കെട്ടിയതിൻ്റെ ഇതിലാണ്. സിറ്റിക്കകത്ത് കിടക്കുന്നവർക്ക് വെള്ളം കുടിക്കാനാണ് പേപ്പാറ ഡാം കെട്ടിയത്. ഇപ്പം പൊടിക്കാരെ കിടക്കുന്നവർക്ക് ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ഒരു റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ. പിന്നെ 3 പ്രാവശ്യം ബസ് വരണം. അതിൻ്റെ ഒരാശ്രയമുണ്ട് പോകാനും വരാനും. അല്ലെങ്കിൽ വിതിരയിൽ നിന്ന് 400-450 രൂപ കൊടുക്കണം ഇവിടെ ഓട്ടോയ്ക്ക്. ജീപ്പിനാണെങ്കിൽ അതിലും കൂടുതലാവും, 1000 രൂപ തന്നെ. അതും അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വാക്കിന് വരുന്നതിനാണ് 350-400 രൂപ വാങ്ങിക്കണത്. 2 അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ആണെങ്കിൽ 1000 രൂപ തന്നെ. പിന്നെ ഇപ്പോഴാണെങ്കിൽ നമുക്ക് വെള്ളമില്ല. സിറ്റിക്കകത്ത് കിടക്കണ ഒരു വെള്ളം കുടിച്ച് കിടക്കണം. ഈ ഞങ്ങളെ ഒഴിപ്പിച്ചത് തന്നെ പേപ്പാറ ഡാം കിട്ടി സിറ്റിക്കകത്തുള്ളവർക്ക് വെള്ളം കുടിക്കാൻ. ഇപ്പം പൊടികാലമുള്ളവർക്ക് വെള്ളമില്ല. പിന്നെ ഇപ്പോഴത്തെ ഓസുകളും അങ്ങും ഇങ്ങുമൊക്കെ വെള്ളം ഉള്ളിടത്തുനിന്ന് ഓസുകളെടുത്ത് എല്ലാവർക്കും കിണറില്ല.
അത് തന്നെ. പിന്നെ ഹോസ്റ്റൽ ഇട്ടാൽ തന്നെ നോക്കാൻ ആന ആന നോക്കാൻ പോകാൻ പറ്റൂല. പെണ്ണുങ്ങൾക്ക് ആർക്കും ഒറ്റയ്ക്ക് എങ്ങോട്ടും ഇറങ്ങി പോകാനൊന്നും പറ്റൂല. ഇവിടെ 5 മണിയായി പോയാൽ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റൂല. ഇന്ന് ഞാൻ ആ ശശിയുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ സ്കൂളിൻ്റെ മുകളിൽ നിൽക്കുന്ന 7 പോത്ത്. ഞാൻ എങ്ങോട്ട് ഓടട്ടെന്നുള്ള ഒരു ലക്ഷ്യമില്ലാതെയാണ് ഞാൻ അത് ഇങ്ങോട്ട് കയറിപ്പോയി ഞാൻ. അങ്ങനെ ഇതിൻ്റെ ഈ ഓട്ടത്തിൻ്റെ ബഹളം കേട്ട് ഞാൻ മുകളിൽ നോക്കിയപ്പോൾ 7 എണ്ണം നിൽക്കുന്നു. തിരിച്ച് അങ്ങോട്ട് പോകാനും വയ്യ ഇങ്ങോട്ട് പോകാനും വയ്യ. ആ അവസ്ഥയിലാണ് ഞാൻ അവിടെ നിന്നത്. പിന്നെ ഈ ബസ് വരുന്ന ആ മുഴക്കം കേട്ട് ഞാൻ ഇഞ്ഞു പോന്നു. ഞാനും ഇഞ്ഞു പോന്ന് പോത്തങ്ങോട്ടും പോയി. എന്തായാലും വല്ലാത്തൊരു ജീവിതമായിട്ടുള്ളൊരു ജീവിതമാണ് ഇവിടെ ഞങ്ങൾ ജീവിക്കണത്. എന്ത് ചെയ്യുമെന്ന് ദൈവത്തിനൊരാളിനും അറിയാം. ഒറ്റയ്ക്കൊക്കെ കിടക്കണ പെണ്ണുങ്ങൾ എങ്ങനെ ജീവിക്കും ഇവിടെ? സന്ധ്യയായാൽ നമുക്കിവിടെ ഒരാശ്രയവും ഇല്ല. അതെ, സന്ധ്യ ആയി കഴിഞ്ഞാൽ അതുമല്ല അമ്മൂമ്മയുടെയൊക്കെ ഭർത്താക്കന്മാരെയൊക്കെ. എൻ്റെ ഭർത്താവിനെ ആന കൊന്നിട്ട് 14 വർഷം. ഇത് 14ാമത്തെ വർഷം. അത് അറ്റാക്കായിരുന്നു. ഇത് വഴിയിൽ ആന കൊന്ന് ദൂരെ എടുത്തെറിഞ്ഞിരുന്ന് 4ൻ്റെ ജഡം പുഴുത്ത ശേഷമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അത്രയ്ക്കും ഈ 4 ദിവസം കൊണ്ട് ഇനി നോക്കി നടക്കാൻ സ്ഥലങ്ങൾ ഒരിടത്തും ഇല്ലായിരുന്നു. അങ്ങ് ഇളയ മോളെ വീട്ടിൽ പോയെന്നുമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പം വഴിയിൽ വെച്ച് തന്നെ ആന കൊന്നെടുത്ത് താഴെ എറിഞ്ഞു കളഞ്ഞു. അപ്പം ഈ വഴിയിൽ കിടന്ന് അങ്ങേര് കൊണ്ടുപോയ സാധനങ്ങളെല്ലാം പിറകെ പോയവരെടുത്ത് മാറ്റിക്കളഞ്ഞു. അല്ലെങ്കിൽ അപ്പോഴെന്നെ കിട്ടുമായിരുന്നു. 4ൻ്റെ ആ ജഡം ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പം 14ാമത്തെ വർഷം 2011 നവംബർ മാസം 6-ാം തീയതിയാണ് എൻ്റെ ഭർത്താവിന് ആന കൊല്ലുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ നഷ്ടപരിഹാരം എന്നും പറഞ്ഞ് കിട്ടിയത് ഫോറസ്റ്റിൽ നിന്ന് 3 ലക്ഷം രൂപ. ഒരാൾക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു. അത് കൊടുത്തിട്ടില്ല. അല്ലാതെ ഞങ്ങൾക്ക് യാതൊരു ആനുകൂല്യവും കിട്ടിയിട്ടില്ല. ആ 3 ലക്ഷം രൂപയാണ് കിട്ടിയിട്ടുള്ളത്. അമ്മൂമ്മയുടെ വീട്ടിൽ നിന്ന് നമ്മളങ്ങനെ പോവുകയാണ്. അമ്മൂമ്മയുടെ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ അമ്മൂമ്മയുടെ അടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഡാം നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് ഇവർ കിടന്നത് വേറൊരു സ്ഥലത്താണ്. അവിടെ നിന്നാണല്ലേ വ്ലാപ്പാറയിൽ നിന്ന് കുടിയൊഴിപ്പിച്ചാണ് ഇവിടെ വന്നത്, പുടിയക്കാല എന്ന് പറയുന്ന സ്ഥലത്ത്. നിലവിലിവിടെ ശരിക്കും ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കേട്ടോ. കാട്ടാനയുടെ ആക്രമണങ്ങളും മറ്റ് ജീവികളുടെ ആക്രമണങ്ങളാണ് മെയിൻ. ഒരു കൃഷിയും ഇവർക്ക് കൃഷി ചെയ്ത് എടുത്ത് അതിൽ നിന്നുള്ള എന്തെങ്കിലും ആദായം ഒന്നും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ പുടിയക്കാലയിലെ ലളിതാമ്മയുടെ വീട്ടിൽ നിന്ന് നമ്മളങ്ങനെ പോവുകയാണ്. അങ്ങനെ സമയം വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരുപാട് ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും കുറച്ച് പേരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ അടുത്ത് അനുഭവങ്ങളൊക്കെ ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്താ പറയണ്ടതെന്ന് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല കേട്ടോ. അങ്ങനെ പുടിയക്കാലയിൽ ആളുകളൊക്കെ കുടിയൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. കുറച്ച് അപ്പുറത്തേക്ക് ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവിടെ അടുത്തടുത്ത് വീടുകളൊക്കെ ഉണ്ട്. നമ്മൾ പോയ ഈ ഒരു റോഡുണ്ടല്ലോ, ഇവിടെയാണ് ഒരുപാട് പേരും ആന കാരണം ഇങ്ങനെ വീടൊക്കെ മാറിയിട്ട് വേറെ വേറെ സ്ഥലത്തേക്കൊക്കെ പോയി താമസിക്കുന്നത് കേട്ടോ. നമ്മൾ ശരിക്കും ഇതുപോലെ ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള വീഡിയോസൊന്നും ചെയ്തിട്ടില്ല. ഓരോ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ നമ്മളടുത്ത് പറഞ്ഞ് അത് അവരുടെ അടുത്ത് തന്നെ ചോദിച്ചിട്ട് അവരുടെ പ്രശ്നങ്ങൾ യഥാർത്ഥമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞു തരുമ്പോൾ ഞാൻ പറയുന്നതിനെക്കാട്ടിലും അവരുടെ അനുഭവങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആനയുടെ ആക്രമണത്തിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പുടിയക്കാലയിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കാട്ടാന കാരണം ഒരുപാട് പേര് സ്ഥലങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഡാം നിർമ്മാണ സമയത്താണ് ഇവരെല്ലാം കുടിയൊഴിപ്പിച്ച് പുടിയക്കാല എന്ന് പറയുന്ന ഗ്രാമത്തിലെത്തിച്ചത് എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാട്ടാന കാരണം എന്നും ഭീതിയിൽ കഴിയുന്ന ഒരു ജനസമൂഹമാണ് പുടിയക്കാലയിലുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളങ്ങനെ പുടിയക്കാലയിൽ നിന്ന് അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില മനുഷ്യരുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില അനുഭവങ്ങൾ എൻ്റെ അടുത്ത് നേരിട്ട് പറയുമ്പോൾ അതെനിക്ക് ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ആ കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഗ്രാഹ്യം മനസ്സിലാവത്തില്ല. എന്നിരുന്നാൽ പോലും അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പം അവരുടെ സങ്കടങ്ങൾ നമ്മളടുത്ത് പറയുമ്പം അവരുടെ അനുഭവങ്ങൾ നമ്മളിലൂടെ കടന്നു പോയതുപോലെയാണ് എനിക്ക് ശരിക്കും അനുഭവപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ശരിക്കും ആ ഒരു ലളിതാമ്മ അവരുടെ അനുഭവങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പം ഞാൻ പിന്നെ എന്തോ വല്ലാണ്ടായിപ്പോയി ശരിക്കും. അങ്ങനെ ആ ഒരു വിഷമം, അമ്മൂമ്മയുടെ മനസ്സിലൊക്കെ ഉള്ളൊരു വിഷമം, അതൊക്കെ എന്നും എന്താണ് പറയേണ്ടതെന്നും തീരാതെ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കൂടുതൽ സന്തോഷത്തോടൊന്നും പറയാനില്ല. ശരിക്കും ഒരുപാട് വിഷമത്തോടുകൂടിയാണ് ഞാൻ നിൽക്കുന്നതും. പലരുടെ കഥകൾ കേൾക്കുമ്പം അത് ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് വിഷമവും ആകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ അങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ്.
അപ്പോൾ ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ വരും, ഗ്രാമങ്ങളുടെ കാഴ്ചകൾ വരും. അപ്പം നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും കാണുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ പുടിയക്കാലിൽ നിന്നിട്ട് ഞാനങ്ങനെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. ഞാൻ സജിത്ത്. എല്ലാവർക്കും ബായ്.